الله يا الله يا الله. അങ്ങനെ നമ്മൾ ഈ ടെന്റിന്റെ വൃത്തി അവിടുന്ന് പിരിഞ്ഞു പോരുന്നത് വരെ കാത്തു സൂക്ഷിക്കണം. അറഫയിൽ ചെന്നാൽ ചെറിയൊരു ഷെഡ് മാത്രമേ ഉണ്ടാവൂ, താൽക്കാലിക ഷെഡ്. ദുആ ചെയ്യാൻ ഒരു അല്പസമയമേ നമ്മളവിടെ നിൽക്കണ്ടു. ളുഹ്ർ മുതൽ മഗ്രിബ് വരെ നിൽക്കും 9-ന്റെ അന്ന്. അതുകൊണ്ട് കുറഞ്ഞ സൗകര്യം മാത്രം. മുത്തൈഫ് അവിടെ ചെന്നിറങ്ങുമ്പോൾ ഏരിയ കാണിച്ചു തരും. ആ ഏരിയയിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ട് അറഫയിൽ നിൽക്കുക എന്ന ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മം, ഹജ്ജിന്റെ വാജിബിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അറഫയിൽ നിൽക്കുക എന്നത്. അതുകൊണ്ട് നാം എങ്ങനെയാണ് അങ്ങോട്ട് പ്രവേശിക്കേണ്ടത്? അറഫയിലേക്ക് പ്രവേശിക്കേണ്ട സുന്നത്തായ രീതിയും പ്രായോഗിക രീതിയുമുണ്ട്. ഇന്ന് പ്രായോഗിക രീതിയാണ് സ്വീകരിക്കുന്നത്. പ്രായോഗിക രീതി എന്ന് പറഞ്ഞാൽ അന്നേ ദിവസം അറഫയിലേക്ക് പ്രഭാതം മുതൽ വലിയ തിരക്കായിരിക്കും. അതുകൊണ്ട് ഒന്നുകിൽ 8-ന്റെ അന്ന് രാത്രി തന്നെ പോകും, അല്ലെങ്കിൽ 9-ന് സുബഹിക്കേ പോകും. നേരത്തെ അറഫയിലെത്തി നമുക്ക് നിർണയിച്ച സ്ഥലം കണ്ടുപിടിക്കും. ഇതാണ് സൗകര്യം. സുന്നത്തായ രീതി ഫസ്സുന്നത്തു, ശ്രദ്ധിച്ചോളൂ, അതും പറയണമല്ലോ. ഫസ്സുന്നത്തു, ശരിക്കും അറഫയിലേക്ക് പ്രവേശിക്കേണ്ട സുന്നത്തായ രീതി ഐ യംകുസു ബി നമിറത്ത, അവർ നെമിറയിലേക്ക് കടന്നു പോവുക. ഹത്താ തസൂല ശംസു, സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങുന്ന ആ സന്ദർഭത്തിൽ അവർ നെമിറ എന്ന് പറയുന്ന സ്ഥലത്തൊരു പള്ളിയുണ്ട്, മസ്ജിദുൻ നമിറ. മസ്ജിദ് ഇബ്രാഹിം എന്ന പേരിൽ നെമിറ എന്ന പ്രദേശത്തൊരു പള്ളിയുണ്ട്. ആ പള്ളി നാം ശരിക്കും മിന കഴിഞ്ഞ് മുസ്ദലിഫ കഴിഞ്ഞ് അറഫയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു പ്രദേശമാണ്. ആ മിനയും കഴിഞ്ഞിട്ടുള്ള ആ പ്രദേശം അവിടെ എത്തിക്കഴിഞ്ഞാൽ, ആ നമിറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ വയഅ്തസിലു ബിഹ, അവിടെ വെച്ച് കുളിക്കുക. ലിൽ വുഖൂഫി, അറഫയിൽ നിൽക്കുന്നതിന് വേണ്ടി സുന്നത്താണ്. സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഫൈദ സാലത്തി ശംസു, സൂര്യൻ മധ്യത്തിൽ നീങ്ങിക്കഴിഞ്ഞാൽ അഥവാ ളുഹ്റായി കഴിഞ്ഞാൽ ദഹബൽ ഇമാമു വന്നാസു ഇലൽ മസ്ജിദി അൽ മുസമ്മ മസ്ജിദ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന പള്ളിയിലേക്ക് എല്ലാവരും പോവുക. വയഖ്തുബുൽ ഇമാമു ഖബല സ്വലാത്തുൽ ളുഹ്രി ഖുത്ബത്തൈനി, ളുഹ്റിന്റെ മുമ്പ് ഇമാം 2 ഖുത്ബ നിർവഹിക്കും. ആ ഖുത്ബ നിർവഹിച്ച് നമസ്കാരം നിർവഹിച്ചതിന് ശേഷം നേരിട്ട് അങ്ങോട്ട് പ്രവേശിക്കണം. ഇതാണ് ഹജ്ജിലെ 2ാമത്തെ ഖുത്ബ. ഈ മസ്ജിദിന്, ഈ പള്ളിക്ക് മസ്ജിദ് ഉർന എന്നും ഒരു പേരുണ്ട്. അങ്ങനെ ഈ പള്ളിയിൽ പ്രവേശിച്ച്, ആ പള്ളി നിൽക്കുന്നത് പകുതി ഭാഗം അറഫക്ക് പുറത്ത്, മുസ്ദലിഫ കഴിഞ്ഞ് പകുതി ഭാഗം അറഫക്ക് പുറത്ത്, ബാക്കി അറഫയിൽ. അങ്ങനെയാണ് ഈ പള്ളി നിൽക്കുന്നത്. അങ്ങനെ ആ പള്ളി ഈ രീതിയിൽ ഇമാമ് ജമാഅത്തായി നമ്മൾ അവിടെ വെച്ച് നമസ്കരിച്ച ശേഷമാണ് അറഫയിലേക്ക് പ്രവേശിക്കേണ്ടത്. ഇന്നത്തെ സാഹചര്യത്തിൽ ളുഹ്റിന്റെ മുമ്പ് തന്നെ ഹാജിമാർ അറഫയിൽ എത്തിക്കഴിഞ്ഞിരിക്കും ബഹുഭൂരിപക്ഷവും. മാത്രമല്ല 25 ലക്ഷം ആളുകൾക്കൊന്നും ഒരുമിച്ച് ആ പള്ളിയിൽ നിന്ന് നമസ്കരിക്കാൻ കഴിയില്ല. അങ്ങനെ നാം അറഫയിൽ പ്രവേശിച്ചു. അറഫ വെള്ളിയാഴ്ചയാണെങ്കിൽ ജുമഅ ഉണ്ടാവില്ല. അറഫാ ദിനത്തിന്റെ ശ്രേഷ്ഠത വർദ്ധിക്കുകയും ചെയ്യും. ജബലുർ റഹ്മ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് അറഫയിൽ. അവിടെയാണ് പരിശുദ്ധ പ്രവാചകർ അതിന്റെ താഴെയാണ് നിന്നത്. നോക്കൂ, ഇതാണ് ജബലുർ റഹ്മ. ആ ജബലുർ റഹ്മയുടെ മുകളിൽ കാണുന്ന ആ സ്തൂപം അതൊരു അടയാളം മാത്രമാണ്. അവിടെയല്ല പ്രവാചകർ നിന്നത്. പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്തൂപത്തിന്റെ സമീപത്ത് നിന്നുകൊണ്ടാണ് പ്രസംഗിച്ചത് എന്നൊരു തെറ്റിദ്ധാരണ പലർക്കുമുണ്ട്. തെറ്റാണ്. നബി തങ്ങൾ നിന്നത് അതിന്റെ താഴെ ഒരു പാറക്കെട്ടിലാണ്. അങ്ങനെ പ്രവാചകർ പ്രസംഗിച്ചതാണ് ഹജ്ജത്തുൽ വദാഇലെ ഖുത്ബ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്ന സ്ഥലം തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കാൻ സുന്നത്തേ ഉള്ളൂ. നമുക്കത് സാധ്യമായി എന്ന് വരില്ല. അതിനുവേണ്ടി സമയം ചെലവഴിക്കരുത്. അങ്ങനെ അറഫ ഹറമിലല്ല, അതുകൂടി മനസ്സിലാക്കണം. അറഫ ഹറമിലല്ല. ഇവിടെ നമ്മൾ ഈ അറഫ പുണ്യഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ ളുഹ്ർ നമസ്കാരം കഴിഞ്ഞ് മഗ്രിബ് നമസ്കാരം വരെയുള്ള സമയം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തണം. അറഫ നൃത്തം നഷ്ടപ്പെട്ടാൽ ഹജ്ജില്ല. ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അറഫ നൃത്തം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അറഫ നൃത്തത്തിന് 2 നിബന്ധനകളേ ഉള്ളൂ. ഒന്ന്, കൗനുഹു ഫി വഖ്തുൽ മഹദൂദി, വഖ്തുൽ മഹദൂദ് എന്ന് പറയുന്ന ക്ലിപ്ത സമയം. അതേതാണ്? അറഫയുടെ കൃത്യമായ സമയം. വഹുവ മിൻ സവാലി ശംസി യൗമ അറഫത ഇലാ തുലൂഇൽ ഫജ്രി ലൈലത്തുൽ ഈദി. മിൻ സവാലി ശംസി യൗമ അറഫത, അറഫാ ദിനത്തിൽ സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങി, ഇലാ തുലൂഇൽ ഫജ്രി ലൈലത്തുൽ ഈദ്, പെരുന്നാളിന്റെ അന്ന് ഫജ്ർ വെളിവാകുന്നത് വരെയാണ്. അഥവാ പെരുന്നാൾ ദിനത്തിന്റെ ഫജ്ർ വെളിവാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 9-ന്റെ അന്ന് രാത്രി ചെന്ന് അറഫയിൽ നിന്നാലും അറഫ കിട്ടി, ഹജ്ജ് കിട്ടി. ദുൽഹജ്ജ് 9-ന് അന്ന് മഗ്രിബിന് ശേഷം അറഫയിലെത്തിയാലും ഹജ്ജ് കിട്ടും. പക്ഷേ അവന് പുണ്യം നഷ്ടപ്പെടും. പുണ്യപ്പെട്ട സമയം ളുഹ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയമാണ് ദുൽഹജ്ജ് 9-ന്. അപ്പോൾ ദുൽഹജ്ജ് 9-ന്റെ അന്ന് ളുഹ്റിനും മഗ്രിബിനും ഇടക്കുള്ള സമയം, മഗ്രിബ് നിസ്കരിച്ചിട്ട് അല്പസമയവും കൂടി നാം അവിടെ ഉണ്ടായിരിക്കലാണ് ഏറ്റവും പുണ്യപ്പെട്ടത്. ഇനി ഏതെങ്കിലും ഒരാൾക്ക് ഫമൻ ഹസല ബി അറഫത, ഒരാൾക്ക് അറഫ കിട്ടി ഫി ലഹദത്തിൻ ലതീഫത്തിൻ മിൻ ഹാദിഹിൽ വഖതി, ഈ പറയപ്പെട്ട സമയത്തിനടുക്ക് ഒരാൾക്ക് അല്പസമയം അറഫ കിട്ടിയാൽ സ്വഹ വഖൂഫുഹു, നൃത്തം ശരിയായി. അത്രയേ ഉള്ളൂ, ഒരു അല്പസമയം അതിലൂടെ അങ്ങ് കടന്നു പോയാൽ മതി, അവിടെ ഒന്ന് കിടന്നുറങ്ങിയാലും മതി. 2ാമത്തെ നിബന്ധന കൗനുഹു അഹ്ലൽ ലിൽ ഇബാദ,
ഈ സന്ദർഭത്തിൽ അവൻ അറഫയിൽ നിൽക്കുമ്പോൾ ഇബാദത്തിന് അർഹനാകണം എന്ന് പറഞ്ഞാൽ ബോധക്ഷയമോ ഭ്രാന്തോ ഉണ്ടാവരുത്. അതില്ലാത്ത ഇബാദത്തിന് അർഹനായ രീതിയിൽ ഈ പറയപ്പെട്ട സമയത്ത് അറഫയിലൊന്നും ഉണ്ടായാൽ അവന് ഹജ്ജ് കിട്ടി. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അറഫ കിട്ടുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഒരു ദിക്റും ചൊല്ലിയില്ലെങ്കിലും ഒരു സ്വലാത്തും ചൊല്ലിയില്ലെങ്കിലും അറഫയിലൂടെ ഒന്ന് കടന്നു പോയാൽ അത് മതി. എത്രത്തോളം ഹദറഹ അംദൻ കരുതിക്കുട്ടി അവിടെ വന്നു നിന്നാലും ഔ വഖഫ മഅൽ ഓഫലത്തി അവൻ അശ്രദ്ധനായി അറഫയിൽ നിന്നാലും ഔ മഅൽ ബൈഇ വശിറാഅ് കച്ചവടം നടത്തിക്കൊണ്ട് വാങ്ങലും കൊടുക്കലുമായി അവൻ വന്നു പോയാലും അവി തഹദ്ദുസി വൽ ലഹ്വി എന്തെങ്കിലും തമാശയോ കളിയോ ഒക്കെ പറഞ്ഞ് അവിടെ അറഫയിൽ ആ സമയത്തുണ്ടായാലും ഔ ഫി ഹാലത്തിനോ അറഫയിൽ നിന്ന് ഉറങ്ങിയാലും ഈ നിൽക്കേണ്ട സമയമുണ്ടല്ലോ ദുൽഹജ്ജ് 9 അന്ന് നിൽക്കേണ്ട സമയം, ഈ സമയത്ത് അവൻ അതിലെ കടന്നുപോയി അത് അറഫയാണെന്ന് പോലും അവൻ അറിയില്ല. ഇഹ്റാമിലായി അവനങ്ങ് കടന്നുപോയിട്ടുണ്ട്, എന്നാലും അവന് അറഫ കിട്ടും എന്നർത്ഥം. പക്ഷേ അങ്ങനെയൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അറഫ എന്ന് പറയുന്ന പുണ്യഭൂമിയിൽ ലോകത്തെ മുഴുവൻ മുഅ്മിനീങ്ങളും ഒരുമിച്ച് കൂടി റബ്ബിനോട് ദുആ ചെയ്ത് അവന്റെ ദോഷം പൊറുപ്പിക്കുന്ന അനർഘമായ നിമിഷത്തിൽ നമ്മൾ ദുഹറിന്റെ മുമ്പ് തന്നെ അവിടെ എത്തുന്നവരാണെങ്കിൽ ശരിക്കും ദുഹറിന് ശേഷമാണ് എത്തേണ്ടതെങ്കിലും ദുഹറിന് അവിടെ എത്തി ദുഹറും അസ്റും നമ്മൾ മുന്തിച്ച് ജംആക്കി നമസ്കരിച്ച് ഉള്ളവർക്ക് യാത്രക്കാർക്ക് ജമ്മാക്കാം, അല്ലാത്തവർക്ക് ജമ്മാക്കാൻ പറ്റില്ല. ഇവിടെ വളരെ വ്യക്തമായി ശ്രദ്ധിക്കണം. ഹനഫികൾ അതുപോലെ തന്നെ ഷാഫികൾ ഇവിടെ വ്യത്യാസമുണ്ടാകും. ഹനഫികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്തു എന്നതുകൊണ്ട് അവർ അവിടെ വെച്ച് ജമ്മാക്കും. നമ്മൾ ഷാഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രക്കാരന്റെ നിബന്ധന വെച്ചുകൊണ്ട് നബി തങ്ങൾ അങ്ങനെ ചെയ്തുവെങ്കിൽ യാത്രക്കാരനല്ലാത്തവർ 2 മർഹലയിൽ കുറഞ്ഞ യാത്ര ചെയ്യുന്ന ആളുകൾ നമ്മൾ മക്കയിൽ നിന്ന് വന്നവരാണ്. അതുകൊണ്ട് നമുക്ക് യാത്ര മുറിഞ്ഞിരിക്കുന്നു. നമ്മൾ മക്കയിൽ താമസിച്ചിരിക്കുകയായിരുന്നു. യാത്രക്കാരല്ലാത്തത് കൊണ്ട് നമുക്ക് ദുഹറിന്റെ സമയത്ത് അസറിന്റെ സമയത്ത് അങ്ങനെ നിർവഹിക്കണം. അങ്ങനെ നമ്മൾ ദുഹർ നമസ്കരിച്ചു. ദുഹർ നമസ്കരിച്ചുകൊണ്ട് നമ്മുടെ ദിക്റിലും ദുആയിലും ഏർപ്പെടുകയാണ്. നമ്മുടെ സ്വലാത്ത് എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് അതിന്റെ പൂർണ്ണമായ സുന്നത്ത്? 1 അറഫയിൽ പ്രവേശിക്കാൻ കുളിക്കൽ സാധിക്കുമെങ്കിൽ. 2 ദുഹറിന് ശേഷം കടക്കൽ സുന്നത്ത്, അതൊക്കെ അപ്രായോഗികമായിരിക്കും, നേരത്തെ കൊണ്ടുപോകും മുത്തയ്യിഫ്. 3-മത്തത് അറഫയിൽ നിൽക്കുമ്പോൾ വുദു ഉണ്ടായിരിക്കുക. ജമ്മാക്കുകയാണെങ്കിൽ അവർ മുന്തിച്ച് ജമ്മാക്കുക. 5-മത്തത് ഔറത്ത് മറക്കുക, ഖിബ്ലക്ക് മുന്നിടുക, ഭക്തി കാത്തു സൂക്ഷിക്കുക, നോമ്പില്ലാതിരിക്കുക, അല്പസമയം വെയിൽ കൊണ്ട് ദുആ ചെയ്യുക. വൽ അഫ്ദലു ലിൽ വുഖൂഫി അല്ലാ യസ്തദില്ല എന്ന് വ്യക്തമായി കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അവൻ തണല് കൊള്ളാതെ നിന്നുകൊണ്ട് ദുആ ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതുപോലെ ദിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കുക. സ്ത്രീകൾ ഒതുങ്ങി നിൽക്കണം, ആ ഒതുക്കവും അടക്കവും പാലിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്ന സ്ഥലം അന്വേഷിച്ചറിഞ്ഞ് അവിടെ പോയി നിൽക്കൽ സുന്നത്തുണ്ട്. അത് അന്വേഷിച്ച് സമയം കളയാൻ നാം മുന്നോട്ട് പോകുമ്പോൾ പുണ്യകർമ്മം നഷ്ടപ്പെടുമെങ്കിൽ അതിന് പോകേണ്ടതില്ല. അസ്തമയം വരെ നിന്ന് അസ്തമത്തിന് ശേഷം അല്പസമയം അവിടെ ഉണ്ടാകൽ പ്രത്യേക സുന്നത്ത. ലോക മുസ്ലിമീങ്ങളുടെ സംഗമ ഭൂമിയിൽ നമ്മൾ നിന്നാൽ നമ്മുടെ പാപങ്ങളൊക്കെ പടച്ചറബ് കഴുകിക്കളയും. അങ്ങനെ അറഫ പുണ്യഭൂമിയിൽ നമ്മൾ നിന്നു. അറഫയിൽ നമ്മൾ എത്തി. ഇപ്പോൾ അറഫ കഴിഞ്ഞു മഗ്രിബായി. മഗ്രിബായാൽ ജം ഇല്ലാത്തവർ അവിടെ വെച്ച് തന്നെ മഗ്രിബ് നമസ്കരിക്കുക. ജം ഉള്ളവർ അഥവാ യാത്രക്കാരാണെങ്കിൽ ആ നമസ്കാരത്തെ പിന്തിച്ച് മുസ്ദലിഫയിൽ വന്ന ശേഷം ജമ്മാക്കി നമസ്കരിക്കുക. അങ്ങനെ നാം മുസ്ദലിഫയിലേക്ക് ഇതാ പോരുകയാണ്. യാത്ര തിരിക്കേണ്ട രൂപം എങ്ങനെയാണ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ സുന്നത്തുലിൽ ഇമാമി ഇദാ വറബത്തി ശംസു വതഹഖഖ ഉറൂബുഹ. അറഫയിൽ വെച്ച് സൂര്യൻ അസ്തമിച്ച് ഉറൂബായി എന്ന് ഉറപ്പായാൽ അൻ യുഫീദ മിൻ അറഫാത്തിൻ, അറഫയിൽ നിന്നവർ ഒഴുകണം, പുറപ്പെടണം. വയുഫീദൻ നാസു മഅഹു, ജനങ്ങളും അയാളുടെ കൂടെ ഇമാമിന്റെ കൂടെ പോരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഒന്നിച്ചൊഴുകും. വയുഅഖിറു സ്വലാത്തൽ മഗ്രിബി ബിനിയ്യത്തിൽ ജംഇ ഇലൽ ഇശാ, അവർ നമസ്കാരത്തെ ജമ്മാക്കുന്ന നിയ്യത്തോടുകൂടി മുസ്ദലിഫയിലേക്ക് പിന്തിച്ചുകൊണ്ട് ജമ്മാക്കണം എന്നാണ് പറഞ്ഞത്. ജമ്മുള്ളവർക്ക് ഷാഫി മദ്ഹബിലെ ആളുകൾ, യാത്രക്കാരല്ലെങ്കിൽ അവർ മഗ്രിബ് അറഫയിൽ വെച്ചു തന്നെ നമസ്കരിക്കും. അവിടെ ഒരു തർക്കം വരാൻ സാധ്യതയുണ്ട്, സാധ്യമെങ്കിൽ പിന്നീട് വിശദീകരിക്കാം. സൂര്യൻ അസ്തമിച്ച ശേഷം മുസ്ദലിഫയിലെത്തി, തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് മുസ്ദലിഫയിൽ വന്നു. പെരുന്നാളിന്റെ രാവ് പകുതിക്ക് ശേഷം മുസ്ദലിഫയുടെ അതിർത്തിക്കുള്ളിൽ, പെരുന്നാളിന്റെ രാവ് എന്ന് പറയുമ്പോൾ നാളെയാണ് പെരുന്നാൾ, ദുൽഹജ്ജ് 10-ന്, അതിന്റെ രാവ് 9. പെരുന്നാളിന്റെ രാവ് നാളെ പെരുന്നാളാണ്, ദുൽഹജ്ജ് 10-ആണ്, ഇന്ന് 9-ആണ്. 9-ന് അസ്തമിച്ചാൽ പെരുന്നാൾ രാവായി. നാളെ പുലരുന്നാൽ പെരുന്നാളാണ്. നാളെ പുലരുന്നതോടുകൂടി പെരുന്നാളാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി പെരുന്നാൾ രാവ്. ഈ പെരുന്നാൾ രാവ് മുസ്ദലിഫയുടെ അതിർത്തിക്കുള്ളിൽ അല്പസമയം ഹാജി ഉണ്ടായാൽ മുസ്ദലിഫ കിട്ടി. ഇതേ വാജിബുള്ളൂ, ഇത്രയേ വാജിബുള്ളൂ. ഇനി ശരിയായ രൂപമോ, മുസ്ദലിഫയിൽ നിൽക്കേണ്ടതിന്റെ ശരിയായ രൂപം അങ്ങനെ വൈദാ വസലു മുസ്ദലിഫത്ത ബാത്തു, മുസ്ദലിഫയിൽ എത്തിച്ചേർന്നാൽ അവിടെ അവർ രാപ്പാർക്കണം. വഹാദൽ മബീത്തു നുസുക്കുൻ, ഇത് ഹജ്ജിന്റെ കർമ്മത്തിൽപ്പെട്ടതാണ്. എന്നാൽ വഹൽ ഹുവ വാജിബുൻ അം സുന്നത്തുൻ, വാജിബാണോ സുന്നത്താണോ? ഫീഹി ഖൗലാനിൽ ഷാഫിഈ റഹിമഹുല്ലാ, ഷാഫി ഇമാമിന് 2 അഭിപ്രായമാണുള്ളത്. സുന്നത്താണ്, വെറും സുന്നത്തേ ഉള്ളൂ എന്ന അഭിപ്രായമുണ്ട്, അതല്ല വാജിബാണ് എന്നും അഭിപ്രായമുണ്ട്. ഇനി
ഒരാൾ വൈൻ തറക്കൽ മബീത മിൻ അസ്ലിഹി വ ദഫഅ ഖബല നിസ്ഫിൽ ലൈലി വലം യഉദ്, ഒരാൾ ഈ രാപ്പാർക്കൽ മുസ്ദലിഫയിൽ രാപ്പാർക്കൽ ഒഴിവാക്കി, അല്ലെങ്കിൽ രാത്രി പകുതിയാകുന്നതിന് മുമ്പേ മുസ്ദലിഫ വിട്ടു പോയി. പെരുന്നാളിന്റെ രാവ് പകുതിയായതിനു ശേഷം മുസ്ദലിഫയിൽ വേണമെന്നാണല്ലോ. ഔ ലം യദ്ഖുൽ മുസ്ദലിഫത അസ്ലൻ, മുസ്ദലിഫിലേക്ക് വന്നതേ ഇല്ല തീരെ. സ്വഹ ഹജ്ജുഹു, ഹജ്ജ് സ്വഹിയാകും. വ അറാക ദമൻ, ഒരാടിനെ അറുത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ പുണ്യം ഒഴിവാക്കരുത്, മുസ്ദലിഫയിൽ രാപ്പാക്കാൻ ശ്രമിക്കണം. അങ്ങനെ അവിടെ നിന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ ബസ്സിൽ വരുന്നവർ ചിലപ്പോൾ ബസ്സിൽ തന്നെ വന്ന് ബസ് മുസ്ദലിഫയിൽ നിർത്തി ബസ്സിൽ തന്നെ ഇരുന്ന് ദുആ ചെയ്ത് ഇറങ്ങി 7 കല്ല് പെറുക്കി ബസ്സിൽ തന്നെ കയറി തിരിച്ച് മിനയിലേക്ക് വരും. ഏറ്റവും നല്ല രൂപം നടന്നു വന്ന് സാധ്യമെങ്കിൽ മുസ്ദലിഫയിൽ ഉറങ്ങി അവിടെ നിന്ന് ഇഷാ ഒക്കെ നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം നാം പ്രത്യേകമായി മശ്അറുൽ ഹറാമിൽ പോയി ദുആ ചെയ്ത് സുബഹി നമസ്കരിച്ചതിൻ്റെ ശേഷം അവിടെ നിന്ന് നാം നേരെ മിനയിലേക്ക് യാത്ര ചെയ്യുക. അതിനിടക്ക് പെരുന്നാളിന്റെ ദിവസം ജംറത്തുൽ അഖബയെ എറിയാനുള്ള 7 കല്ലുകൾ പെറുക്കിയെടുക്കുക. മൊത്തം കല്ല് പെറുക്കാൻ സുന്നത്താണെങ്കിലും ബാക്കി കല്ലുകൾ മിനയിൽ നിന്ന് പെറുക്കിയാലും മതി. 7 കല്ലുകൾ പെറുക്കിയെടുക്കുക. അവിടെ വെച്ചുകൊണ്ട് നമുക്ക് ധാരാളം ദിക്റുകളും സ്വലാത്ത് നിർവഹിക്കാൻ കഴിയുമെങ്കിൽ ആ സമയമൊക്കെ അതിനുവേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇതിന്റെ സുന്നത്ത് പ്രവേശിക്കുന്നതിന് വേണ്ടി കുളിക്കലും മുസ്ദലിഫ അതിർത്തിയിലൊന്ന് ഉറങ്ങലും പ്രത്യേകം സുന്നത്തുണ്ട്. സാധിക്കുമെങ്കിൽ ആ സുന്നത്തുകൾ നമ്മൾ നിർവഹിക്കുക. അസ്തമയത്തിന് ശേഷം അറഫയിൽ നിന്ന് പുറപ്പെടലാണ് സുന്നത്ത്. അത് വേഗത്തിൽ പുറപ്പെടൽ സുന്നത്തുണ്ട്. പെരുന്നാളിന്റെ ദിനം ജംറത്തുൽ അഖബയെ എറിയാനുള്ള 7 കല്ല് പെറുക്കലും പ്രത്യേക സുന്നത്താണ്. ബാക്കി 63 കല്ലുകൾ വേണമെങ്കിൽ മിനയിൽ നിന്ന് എടുത്താലും മതി. കല്ലല്പം കൂടുതൽ എടുക്കുന്നത് സുന്നത്താണ്. കാരണം നഷ്ടപ്പെട്ടാൽ ആ കല്ല് പകരം ഉപയോഗിക്കാം. കല്ല് നജസില്ലാത്ത സ്ഥലത്ത് നിന്ന് പെറുക്കണം. അമരപ്പയറിന്റെ വലുപ്പത്തിലുള്ള കല്ലുമായിരിക്കണം. മുസ്ദലിഫയുടെ അന്ത്യത്തിൽ കുസഹ് എന്ന ഒരു കുന്നുണ്ട്. അവിടെ ജബലുൻ സഈർ, ഇതാണ് ആ പർവ്വതമാണ് മശ്അറുൽ ഹറാം എന്ന് പറയുന്നത്. ആ മശ്അറുൽ ഹറാമിന്റെ അടുത്തൊരു പള്ളിയുണ്ട്. അവിടെ വെച്ചുകൊണ്ടാണ് പ്രത്യേകം ദുആ ചെയ്യേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചു. മുസ്ദലിഫയിൽ നിന്ന് നാം മിനയിലേക്ക് മടങ്ങുന്ന സന്ദർഭത്തിൽ, മുസ്ദലിഫയിൽ നിന്ന് ഇനി മിനയിലേക്കാണ് വരേണ്ടത്. അവിടെ വാദി മുഹസ്സർ അല്ലെങ്കിൽ വാദി നാർ എന്ന് പറയുന്ന ഒരു സ്ഥലം, അബ്രഹത്തിനെ അബാബീൽ പക്ഷികൾ കല്ലുകൊണ്ട് വന്നിട്ട് നശിപ്പിച്ച അള്ളാഹുവിന്റെ അദാബിറങ്ങിയ സ്ഥലം, അത് മനസ്സിലായാൽ ആ സ്ഥലത്ത് നിന്ന് വേഗം നടന്നു പോകണം എന്നാണ്. സൂര്യോദയത്തിന് മുമ്പ് വരെ മുസ്ദലിഫയിൽ നിൽക്കുകയും വെളിച്ചം പരന്നാൽ ഉദയത്തിന് മുമ്പായി മിനയിലേക്ക് തിരിക്കുകയും ചെയ്യലാണ് ഉത്തമ രൂപം. എന്നാൽ ഇന്ന് പലരും അർദ്ധരാത്രി തന്നെ മിനയിലേക്ക് പോരും. കാരണം ബലഹീനരായ കുട്ടികൾക്കും സ്ത്രീകൾക്കുമൊക്കെ സുബഹിക്ക് മുമ്പ് തന്നെ കല്ലെറിയാം എന്ന ഒരു ഇളവുണ്ട്. ആ സമയത്ത് കല്ലെറിയുന്നതിന് വേണ്ടി പലരും ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ശരിക്കും സുബഹിക്ക് ശേഷമാണ് കല്ലെറിന്റെ സമയം ആരംഭിക്കുന്നത്. എന്നാൽ ബലഹീനർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കുമൊക്കെ ഷാഫി മദ്ഹബിലെ ഇളവനുസരിച്ചുകൊണ്ട് സുബഹിക്ക് മുമ്പ് എറിയാം എന്ന ആനുകൂല്യം എടുക്കുന്നതിന് വേണ്ടി പലരും സുബഹിക്ക് മുമ്പ് പോരാറുണ്ട്. എങ്ങനെ വന്നാലും മുസ്ദലിഫ കിട്ടി, ഹജ്ജ് കിട്ടി, അതിന്റെ പേരിൽ ഒരു വിഷമം നമുക്കുണ്ടാകേണ്ടതില്ല. ഇന്ന് ദുൽഹജ്ജ് 10 ഇപ്പോൾ നാം മുസ്ദലിഫയിലേക്ക് പോയി മുസ്ദലിഫയിൽ നിന്ന് ഇതാ നമ്മൾ സുബഹിക്ക് ശേഷമോ രാത്രിയോ മിനയിലേക്ക് വരുന്നു. ഈ വരവിൽ നമ്മൾ സമ്പൂർണ്ണ ക്ഷീണിതരായിരിക്കും. എന്തുകൊണ്ട്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മൾ 8-ന് മിനയിൽ വന്നു, 9-ന് അറഫയിൽ പോയി. അറഫയിലേക്ക് നമ്മൾ പ്രഭാതത്തിൽ ചെന്ന് അറഫയിൽ ദുഹ്ർ മുതൽ ആരാധന നിർവഹിച്ച് മഗ്‌രിബ് വരെ നിന്നു. രാത്രി മുസ്ദലിഫയിൽ വന്നു, ദിക്റും സ്വലാത്തുമായി അവിടെ കഴിഞ്ഞുകൂട്ടി, അല്ലെങ്കിൽ ബസ്സിൽ കഴിച്ചുകൂട്ടി, ഒരു രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചു. അങ്ങനെ നമ്മൾ മിനയിലേക്ക് വരുന്നു. ഈ തമ്പിലേക്ക് നാം തിരിച്ചു വന്ന് കയറുമ്പോൾ 24 മണിക്കൂർ സമയമായി. ഇന്നലെ സുബഹിക്ക് പോയി, ഇന്ന് സുബഹിക്ക് ഇവിടെ എത്തി. ഈ 24 മണിക്കൂർ നേരത്തെ വമ്പിച്ച ക്ഷീണമുണ്ടാവും. ഇനി നമുക്കുള്ള കർമ്മം എന്താണ്? കല്ലേറ്. പെരുന്നാളിന്റെ ദിവസം ഹാജി ചെയ്യേണ്ട പ്രവർത്തനം ജംറത്തുൽ അഖബയിൽ കല്ലെറിയണം. ഈ കല്ലേറ് നിർവഹിക്കാൻ ഇപ്പോൾ ചെന്നാൽ വമ്പിച്ച തിരക്കായിരിക്കും. നമ്മളോ സമ്പൂർണ്ണ ക്ഷീണിതരുമാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നാം ഈ സന്ദർഭത്തിൽ ഏറ്റവും യുക്തമായ മാർഗം സ്വീകരിക്കണം. കല്ലേറിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് പറയുന്നത് പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ചത് മുതൽ മധ്യത്തിൽ നിന്ന് നീങ്ങുന്നത് വരെയാണ്. അഥവാ സുബഹി മുതൽ ദുഹ്ർ വരെ. ഈ സമയത്തിനടുക്ക് എറിയലാണ് ഏറ്റവും ശ്രേഷ്ഠം. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഉത്തമ സമയം ഇതേ ദിവസം തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, ദുഹ്റിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്. അങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എറിയാൻ കഴിയുമെങ്കിൽ നമുക്ക് സൗകര്യപ്പെട്ടാൽ എറിയാം. ആ സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും എറിയാം. 13-ന് സൂര്യൻ അസ്തമിക്കുന്നത് വരെ സമയമുണ്ട്. അയ്യാമു തശ്രീഖിന്റെ ദിവസം സൂര്യൻ അസ്തമിക്കുന്നവരെ ഇനി സമയമുണ്ട്. നാളെ കാലത്തെറിയാം, ഒഴിവുള്ള സമയത്തെറിയാം. അതുകൊണ്ട് ഹാജി ശരിക്കൊന്ന് വിശ്രമിച്ച്, നമ്മളൊക്കെ സാധാരണ ചെയ്യാറുള്ളത് പെരുന്നാളിന്റെ ദിവസത്തെ ഏറ് ഒരു ഹാജിയെ കൊണ്ടും ഈ തിരക്കിൽ നമ്മൾ എറിയിക്കാറില്ല. ഇപ്പോൾ പാലവും സൗകര്യവും വിശാലമായി ഉള്ളത് കൊണ്ട് ഉച്ചയ്ക്ക് ശേഷമൊക്കെ പോയി എറിയാൻ സൗകര്യപ്പെടും. ഇനി സൗകര്യപ്പെട്ടില്ലെങ്കിൽ രാത്രി, 1-ാമത്തെ ദിവസം 1-ാം പെരുന്നാളിന്റെ അന്ന് രാത്രി സൗകര്യപ്രദമായി നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് സംഘമായി ചെന്ന് കല്ലെറിയാം.
ഈ പെരുന്നാൾ ദിവസം അഥവാ നമ്മൾ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലെത്തി നേരെ മിനയിൽ വന്ന ആ ദിവസം അഥവാ ദുൽഹജ്ജ് 10 നാം എറിയേണ്ടത് ജംറത്തുൽ അഖബയിലാണ്. നോക്കൂ, 3 ജംറകൾ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ മുസ്ദലിഫയിൽ നിന്ന് നേരെ മിനയിലേക്ക് വരുമ്പോൾ ആദ്യം കാണുന്നത് ജംറത്തുൽ ഊല, പിന്നെ കാണുന്നത് ജംറത്തുൽ വുസ്ത, അവസാനമായി കാണുന്നതാണ് ജംറത്തുൽ അഖബ അഥവാ ജംറത്തുൽ കുബ്ര, അവസാനത്തെ ജംറ. ആ ജംറയിലാണ് നമ്മൾ 7 കല്ലുകൾ എറിയേണ്ടത്. ആ 7 കല്ലുകൾ എറിയേണ്ടത് പെരുന്നാൾ ദിവസം ഏറ്റവും ഉത്തമവും ശ്രേഷ്ഠവുമായ സമയം ഞാൻ വിശദീകരിച്ചുവല്ലോ. നമുക്ക് സൗകര്യപ്പെടുന്ന സമയത്ത് പോയിട്ട് എറിയാം. അതുകൊണ്ട് ഹജ്ജിന് യാതൊരു തരത്തിലുള്ള ഭംഗവും വരുന്നില്ല, പുണ്യം കുറയുന്നു എന്ന് മാത്രം. പുണ്യം കൂടുതൽ ആർജിക്കുന്നതിന് വേണ്ടി ശരീരം നശിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുക എന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നാശത്തിലേക്ക് എടുത്തു ചാടാൻ പാടില്ല. 25-30 ലക്ഷം ആളുകൾ തിരക്കുന്ന നേരത്ത് നമ്മൾ പോയി തിരക്കി ശരീരം നശിപ്പിച്ചിട്ട് എന്ത് കാര്യം? അമല് വീണ്ടും നമുക്ക് ചെയ്യാമല്ലോ. സൂക്ഷ്മതയും ശ്രദ്ധയും പാലിക്കണം. എറിയുന്നതിന് ചില ഷർത്തുകളുണ്ട്. എന്തൊക്കെയാണ് ഏറിന്റെ ഷർത്തുകൾ? അത് ഇനിയുള്ള എല്ലാ ഏറുകൾക്കും നിർബന്ധമാണ്. എല്ലാ ഏറുകൾക്കും പാലിക്കേണ്ട നിർബന്ധങ്ങളാണ്. 1, കൈകൊണ്ട് എറിയണം. ഏതെങ്കിലും ഉപകരണം കൊണ്ട് മിടിച്ചു വിട്ടാൽ പറ്റില്ല. തോക്കോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് പറ്റില്ല. കൈകൊണ്ട് എറിയുക. 2, ഏറിന്റെ രൂപമായിരിക്കണം. കല്ല് കൊണ്ടുപോയി സൂക്ഷിച്ച് ഇങ്ങനെ അങ്ങ് വെച്ചാൽ പോരാ, എറിയുക തന്നെ വേണം. 3, കല്ലുകൊണ്ട് തന്നെ എറിയണം. ചെരുപ്പ്, കുട, വടി പോലുള്ളത് കൊണ്ട് എറിഞ്ഞാൽ പറ്റില്ല. ചിലരൊക്കെ അങ്ങനെ ബഡാ ഷെയ്ത്താൻ എന്ന് പറഞ്ഞ് ചെരുപ്പ് വലിച്ചെറിയുന്നത് കാണാം. ശരിയല്ല, ഏറിന്റെ സ്ഥാനത്ത് നിൽക്കില്ല. 4, ലക്ഷ്യസ്ഥാനം കരുതാം. ഞാൻ ജംറയെ എറിയുന്നു എന്ന് നിയത്ത് ചെയ്തുകൊണ്ട് എറിയണം. 5, ലക്ഷ്യത്തിൽ കല്ല് ചെന്ന് വീണു എന്ന് ഉറപ്പ് വരുത്തണം. നമ്മൾ എറിയുന്ന കല്ല് ജംറയിൽ ചെന്ന് പതിച്ചിട്ടുണ്ട്. ആ തൂണിൽ പതിക്കണമെന്നല്ല, ജംറയിൽ പതിച്ചാലും. ഇപ്പോൾ അത് പതിക്കാൻ വിശാലമായ സൗകര്യങ്ങളുണ്ട്. ആ വിശാലമായ പ്ലേറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന്മേൽ അതിന് തട്ടി ആ ജംറയിൽ അങ്ങ് വീണാൽ മതി. കല്ല് അതിൽ തട്ടിയില്ലെങ്കിലും ആ തടത്തിൽ വീഴണമെന്നേ നിബന്ധനയുള്ളൂ. 7 തവണ എറിയണം. 7 തവണ. 7 കല്ലുകൾ എടുത്തുകൊണ്ട് ഒറ്റ ഏറ് 7 കൂടി കൊടുത്ത് 7 കല്ലും വീണു എന്ന് ഉറപ്പ് വരുത്തിയാൽ പോരാ എന്നർത്ഥം. 7 തവണകളിലായി 7 കല്ലുകൾ എറിയണം. അതുപോലെ തന്നെ സമയമായതിനു ശേഷമേ എറിയാൻ പറ്റൂ. പെരുന്നാൾ ദിവസത്തെ 1ാമത്തെ ഏറ് സുബൈക്ക് ശേഷമാണ് എറിയേണ്ടത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ബലഹീനർക്കും സുബൈക്ക് മുമ്പ് എറിയാൻ സൗകര്യമുണ്ട്. അതിൻ്റെയും മുമ്പ് എറിയാൻ പാടില്ല. അതുപോലെ തന്നെ 2ാമത്തെ ദിവസത്തെയും 3ാമത്തെ ദിവസത്തെയും ഒക്കെ ഏറ്, അയ്യാമുത്തെ ശരീക്കിന്റെ ഏറ് ളുഹ്ർ നമസ്കരിച്ചതിന് ശേഷമേ സമയം കടക്കൂ. ളുഹ്റിന് ശേഷമേ തുടങ്ങൂ. പെരുന്നാൾ ദിനത്തിൽ ജംറത്തുൽ അഖബയെ മാത്രവും അയ്യാമുത്തെ ശരീക്കിന്റെ ദിവസങ്ങളിൽ 3 ജംറകളെ ഒന്നിച്ചും എറിയണം. അങ്ങനെയാണ് ഏറിന്റെ രൂപം. ഇനി ജംറകളെ നമുക്ക് പരിചയപ്പെടാമല്ലോ. നോക്കൂ, 3 ജംറകളെയും നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു. ഇനി നാം ഇതിനു വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് ഏറ് നിർവഹിക്കുമ്പോൾ നമുക്ക് ആശങ്ക വന്നാൽ മറ്റൊരാളെ ഏൽപ്പിക്കാം. ആശങ്ക വന്നാൽ മറ്റൊരാളെ ഏൽപ്പിക്കാം എന്ന് പറയുമ്പോൾ ശരീരം കൊണ്ട് ചെന്ന് എറിയാൻ കഴിയാതെ വരുമ്പോൾ മാത്രം. അത് തന്നെ പെട്ടെന്ന് ഏൽപ്പിക്കാൻ പറ്റില്ല. കാരണം ദുൽഹജ്ജ് 13 വരെ സമയമുണ്ടല്ലോ. ഇനി ഒരാളെ ഏൽപ്പിക്കുമെങ്കിൽ അവൻ അവന്റെ ഏറ് എറിഞ്ഞു കഴിഞ്ഞവനായിരിക്കണം. എറിയുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ ജഅൽഹു ഹജ്ജൻ മബ്റൂറാ വ സഅയൻ മഷ്കൂറാ വ അമലൻ സാലിഹൻ മഖബൂലാ വ തിജാറതൻ ലൻ തബൂർ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ സ്വദഖ വഅദഹ വ നസറ അബ്ദഹ വ അഅസ്സ ജുൻദഹ വ ഹസമൽ അഹ്സാബ വഹദഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ ലാ നഅബ്ദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഈ ദുആ പ്രത്യേകം ചൊല്ലിക്കൊണ്ടായിരിക്കണം നമ്മൾ എറിയേണ്ടത്. ആദ്യത്തെ ഏറ് എറിയുന്നതോടുകൂടെ തക്ബീർ നിർത്തിവെക്കണം, തെൽബിയത്ത് നിർത്തിവെക്കണം. ആദ്യത്തെ ഏറ് എറിയുന്നതോടുകൂടി ഹാജി തെൽബിയത്ത് നിർത്തിവെക്കണം. തെൽബിയത്തിന്റെ സമയം തീർന്നുപോയി. പിന്നീട് തക്ബീറാണ്. പിന്നീട് അവൻ തക്ബീറാണ് ചൊല്ലേണ്ടത്. ഈ തെൽബിയത്ത് നിർത്തേണ്ട സമയം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകൾ എറിയുമ്പോൾ കൈ വല്ലാതെ ഉയർത്തരുത്. പുരുഷന്മാർ കക്ഷം കാണത്തക്ക വിധം ഉയർത്തണം. ഇനി ഏറ് തടത്തിൽ വീണു എന്ന് ഉറപ്പില്ല, അല്ലെങ്കിൽ കല്ല് നഷ്ടപ്പെട്ടു എന്ന് തോന്നൽ വന്നു, എന്നാൽ ഒരു ഏറ് കൂടി കൂടുതൽ എറിയണം ആ കല്ലവിടെ വീണു എന്ന് ഉറപ്പുവരുത്താൻ. ഇപ്പോൾ നാം അറഫയിൽ നിന്ന് മുസ്ദലിഫയിൽ വന്ന് മിനയിലെത്തി കല്ലേറ് നടത്തി. കല്ലേറ്, ഇഫാദത്തിന്റെ തവാഫ്, മുടി മുറിക്കൽ, ഈ 3-ൽ ഏതെങ്കിലും 2 കാര്യം നിർവഹിച്ചാൽ 1-ാം തഹല്ലുലായി. ഹജ്ജിന് 2 തഹല്ലുലുണ്ട്. 1-ാം തഹല്ലുൽ എന്ന് പറയുന്നത് കല്ലെറിഞ്ഞ് മുടി മുറിച്ചാൽ 1-ാം തഹല്ലുലായി, അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് തവാഫ് ചെയ്താലും 1-ാം തഹല്ലുലായി. 3-ൽ ഏതെങ്കിലും 2 ചെയ്താൽ, 3ഉം ചെയ്താൽ പൂർണ്ണ തഹല്ലുലായി. 1-ാം തഹല്ലുലിന് ശേഷം വൈവാഹിക ബന്ധവും അതുപോലെ തന്നെ ലൈംഗിക പ്രവർത്തനങ്ങളും, ഭാര്യാഭർത്തൃ ബന്ധം, അത് മാത്രമാണ് നിഷിദ്ധമായിട്ടുള്ളത്. ബാക്കിയൊക്കെ ചെയ്യാം 1-ാം തഹല്ലുലായി കഴിഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ കല്ലെറിഞ്ഞ് മുടി മുറിച്ചു കഴിഞ്ഞാൽ ഷർട്ട് ധരിക്കാം, സുഗന്ധം പൂശാം, നമുക്ക് എണ്ണ തേക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. അപ്പോൾ നാം ചെയ്യേണ്ട രീതി,
ആദ്യമായി അറഫയിൽ നിന്ന് മുസ്ദലിഫയിൽ രാപ്പാർത്ത് മിനയിലെത്തി പെരുന്നാൾ ദിനം 7 കല്ലുകൾ കൊണ്ട് ജംറത്തുൽ അഖബയെ എറിഞ്ഞ് അറുക്കാനുണ്ടെങ്കിൽ അറുത്ത്, ആ സമയത്ത് ബലിയെറുക്കുകയോ ഉദുഹത്ത് അറുക്കുകയോ ഉണ്ടെങ്കിൽ അറുത്തതിന് ശേഷമാണ് മുടി കളയാൻ നല്ലത്. മുടി കളഞ്ഞ് കുളിച്ച് ശുദ്ധമായി വസ്ത്രം ധരിച്ചു. ഇന്ന് പെരുന്നാളാണ്. ഹാജിക്ക് പെരുന്നാൾ നമസ്കാരം ജമാഅത്തായി സുന്നത്തില്ല, ഒറ്റയ്ക്ക് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ഹാജി അവിടെ വെച്ച് ഇനി അവൻ നിർവഹിക്കേണ്ടത് ഇഫാദത്തിന്റെ തവാഫാണ്. ഇഫാദത്തിന്റെ തവാഫ് ചെയ്യുന്നതിന് വേണ്ടി അവന് വേണമെങ്കിൽ ഹറമിലേക്ക് പോകാം. ഇഫാദത്തിന്റെ തവാഫ് ജീവിതത്തിൽ എപ്പോഴും ചെയ്യാം. പെരുന്നാൾ ദിനം വിട്ട് പിന്തിക്കൽ കറാഹത്താണ്. അപ്പോൾ പെരുന്നാളിന്റെ അന്ന് തന്നെ പോയി ഇഫാദത്തിന്റെ തവാഫും സഅയും നിർവഹിക്കണം സാധിക്കുമെങ്കിൽ. വലിയ തിരക്കാണ്, ആരോഗ്യപരമായ പ്രയാസമുണ്ട്. മിനയിൽ നിന്ന് മക്കയിൽ പോയി തവാഫും സഅയും നിർവഹിച്ച് തിരിച്ചു വരാൻ ആരോഗ്യപരമായ ക്ഷീണമുണ്ട്. എങ്കിൽ തമ്പിൽ തന്നെ ഇരിക്കുക. നമുക്ക് സൗകര്യമുള്ള സമയത്ത് ചെയ്യാം. അയ്യാമു തശ്രീഖിന്റെ ദിവസത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അയ്യാമു തശ്രീഖിന്റെ ദിവസവും വിട്ട് പിന്തിക്കൽ ശക്തിയായ കറാഹത്താണ്. അങ്ങനെ നാം ഈ തവാഫ് നിർവഹിക്കേണ്ട രീതി എന്താണ്? സാധാരണ നാം ഉംറയുടെ തവാഫ് ചെയ്തപ്പോൾ വിശദീകരിച്ചല്ലോ. ഹറമിലെത്തുക, മസ്ജിദുൽ ഹറാമിന്റെ അകത്ത് പ്രവേശിച്ചുകൊണ്ട് ഹജറുൽ അസ്വദ് കണ്ടുപിടിച്ച് ഞാൻ ഹജ്ജിന്റെ തവാഫ് ചെയ്യുന്നു അല്ലെങ്കിൽ തവാഫുൽ ഇഫാദത്ത് നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും 7 ചുറ്റ്, അതിനുശേഷം ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ നമസ്കാരം, സംസം കുടിക്കുക, ശേഷം നേരെ സൊഫയിലേക്ക് സഴി ചെയ്യുക. സഴി കഴിഞ്ഞു 7 സഴിയോട് കൂടി പൂർത്തിയായി. പിന്നെ മുടി മുറിക്കേണ്ടതില്ലല്ലോ, കാരണം കല്ലേറ് കഴിഞ്ഞ് മുറിച്ചല്ലോ. കല്ലേറ് കഴിഞ്ഞ് മുടി മുറിക്കൽ നേരത്തെ കഴിഞ്ഞത് കൊണ്ട് ഇനി സഴി ചെയ്ത ശേഷം മുടി മുറിക്കേണ്ടതില്ല. സഴി ചെയ്ത് പൂർത്തിയാക്കിയാൽ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട അമലുകളെല്ലാം കഴിഞ്ഞു. ഈ തവാഫ് ഹജ്ജിന്റെ തവാഫാണ്. ഇഫാദത്തിന്റെ തവാഫ് വളരെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വാജിബാത്തിൽപ്പെട്ട മിനയിൽ രാപ്പാർക്കൽ, ബാക്കി ജംറകളിൽ കല്ലെറിയൽ, ഈ കർമ്മങ്ങളാണ് 11, 12, 13. ദുൽഹജ്ജ് 10-ന്റെ അന്ന് നാം ഈ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് 10-ന് രാത്രി മിനയിൽ താമസിക്കുന്നു. 11-ന് നേരം പുലർന്നു. 11-ന് നേരം പുലർന്നു കഴിഞ്ഞാൽ തലേ ദിവസം ജംറത്തുൽ അഖബയെ എറിയാത്ത ആളുകൾക്ക് രാവിലെ തന്നെ പോയി 7 കല്ലെറിയാം, എന്നിട്ട് മുടി മുറിക്കാം, എന്നിട്ട് വേണമെങ്കിൽ തവാഫിന് പോകാം. തലേ ദിവസം അത് ചെയ്തവർക്കോ 11-ന്റെ ഏറാണ് ഇനിയുള്ളത്. 11-ന് പകൽ എറിയണം. അതിന് ളുഹറിന്റെ സമയമാകണം. ളുഹർ ആയി കഴിഞ്ഞാൽ 21 കല്ലുകൾ എടുത്ത് ജംറത്തുൽ ഊലയിൽ ചെന്ന് 7 കല്ലെറിയുക. ശേഷം ജംറത്തുൽ ഉസ്തയിൽ 7 കല്ലെറിയുക. ശേഷം ജംറത്തുൽ അഖബയിൽ ഇന്നലെ എറിഞ്ഞ ജംറയിൽ 7 കല്ലെറിയുക. ഈ ഏറിന്റെ രൂപം യഥാർത്ഥത്തിൽ ഏറിന് വേണ്ടി നിൽക്കേണ്ടത്, ജംറകൾക്ക് അവൻ നിൽക്കേണ്ടത്, എറിയാൻ നിൽക്കേണ്ടത് ഏത് രീതിയിലാണെന്ന് വ്യക്തമായി മനസ്സിലാക്കണം. ജംറ നോക്കൂ. ജംറയിലേക്ക് അവൻ തിരിഞ്ഞു നിൽക്കുമ്പോൾ വലഭാഗത്തെ മിനയും ഇടഭാഗത്തെ ഹറമും വരണം. ആ രീതിയിൽ നിന്നുകൊണ്ട് അവൻ കല്ലെറിയണം. അങ്ങനെ കല്ലെറിഞ്ഞ് തിരിഞ്ഞ് കിബിലക്ക് നിന്ന് അഥവാ ഹറമിലേക്ക് തിരിഞ്ഞു നിന്ന് അല്പം മുന്നോട്ട് നടന്ന് ദീർഘമായി ദുആ ചെയ്യുക. 1ാമത്തെ ജംറ എറിഞ്ഞ ശേഷം 2ാമത്തെ ജംറയും ഇതുപോലെ എറിഞ്ഞ് ദുആ ചെയ്യുക. 3ാമത്തെ ജംറയിൽ ഇന്നലെ നാം എറിഞ്ഞ് ദുആ ചെയ്തത് കൊണ്ട് ഇന്നവിടെ ഏറ് മാത്രമേ ഉള്ളൂ, ദുആ ഇല്ല. ജംറത്തുൽ അഖബയിൽ ആ സമയത്ത് ദുആ ഇല്ല. ഇങ്ങനെ ദുൽഹജ്ജ് 11-ന്റെ അന്ന് മഗ്‌രിബിന് മുമ്പായി കഴിയുമെങ്കിൽ ഈ ഏറ് പൂർത്തിയാക്കുക. തിരക്കാണെങ്കിൽ മഗ്‌രിബിന് ശേഷമോ സൗകര്യപ്രദമോ ആയി സമയത്ത് എറിയുക. അന്ന് രാത്രിയും മിനയിൽ രാപ്പാർക്കുക. ഈ ദിവസങ്ങൾക്ക് മിനയിൽ ഹറമിനേക്കാൾ പുണ്യമുണ്ട്. ഈ പുണ്യം ആസ്വദിക്കുന്നതിന് വേണ്ടി ഖുർആൻ, ദിക്ർ, സ്വലാത്ത് വെറും ഒരു രാപ്പാർക്കൽ മാത്രമല്ല. ഈ രാപ്പാർക്കൽ എന്ന് പറഞ്ഞാൽ 3 ദിവസത്തെ രാപ്പാർക്കലും ഒഴിവാക്കി. 11, 12, 13 രാപ്പാർത്തില്ല. ജബറഹുന്ന ബിദമിൻ വാഹിദിൻ, ഒരാടിനെ അറുത്തുകൊണ്ട് അതിന് പരിഹാരം കാണാവുന്നതാണ്. വൈൻ തറക്ക ലൈലത്തൻ, ഒരു ദിവസത്തെ രാപ്പാർക്കൽ ഒഴിവാക്കി. ഫൽ അസഹു അന്നഹു, ആ സമയത്ത് അതിനെക്കുറിച്ചുള്ള പ്രബലമായ അഭിപ്രായം ഇജ്ബറുഹ ബി മുദ്ദിൻ മിൻ തുആമിൻ, അത് ഒരു മുദ്ദ് ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് അത് പരിഹരിക്കപ്പെടും. അപ്പോൾ ഒരു രാത്രി രാപ്പാർക്കാൻ കഴിയാതെ പോയാൽ ഒരു മുദ്ദ് 620 ഗ്രാം ധാന്യം ധർമ്മം ചെയ്യുക. 2 രാത്രിയാണെങ്കിൽ 2 മുദ്ദ്, 3 രാത്രിയും രാപ്പാർത്തിലെയോ ഒരാടിനെ അറുത്ത് കൊടുക്കണം. മുസ്ദലിഫയിൽ രാപ്പാർക്കൽ ഒഴിവായാലോ ഒരാടിനെ അറുത്ത് ധർമ്മം ചെയ്യണം. ഇനി കാരണമുണ്ടെങ്കിൽ മിനയിലെ രാപ്പാർക്കൽ ഒഴിവാക്കാം. രോഗിയെ അല്ലെങ്കിൽ ഒരു രോഗിയെ ശുശ്രൂഷിക്കേണ്ടി വന്നു, അങ്ങനെയുള്ളവന് മിനയിലെ രാപ്പാർക്കൽ ഒഴിവാക്കാമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു കാരണവശാലും അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നാം പഴുതുകൾ കണ്ടെത്തരുത്. മിനയിൽ ഏറ്റവും പുണ്യമുള്ള ദിവസങ്ങളാണ്. അവിടെ വെച്ച് ദിക്റും സ്വലാത്തും വിശുദ്ധ ഖുർആൻ ഓതലും, മിനയിൽ വെച്ച് ഖത്തം തീർത്തുകൊള്ളൂ. ജീവിതത്തിൽ അത്ര വലിയ മഹാഭാഗ്യം വേറെ എവിടുന്ന് കിട്ടാൻ? പാപക്കറകൾ കഴുകിക്കളയാനുള്ള സുന്ദരമായ സന്ദർഭമാണ് അതൊക്കെ. ജീവിതത്തിൽ ഒരു പക്ഷേ ഒരിക്കലും നമുക്കതിന് അവസരം കിട്ടും. അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ ബാക്കിയുള്ളത് 12-ന് പ്രഭാതമായി. 12-ന് ളുഹറായി കഴിഞ്ഞാൽ, ളുഹർ ബാങ്ക് വിളിച്ചാൽ നേരത്തെ ചെയ്തതുപോലെ 3 ജംറകളിൽ എറിയുക. ജംറത്തുൽ ഊല 7, ജംറത്തുൽ വുസ്ത 7, ജംറത്തുൽ അഖബ 7. 1ഉം 2ഉം ജംറകളുടെ അടുത്ത് ദുആ. 3ാമത്തെ ജംറയിൽ ദുആ ഇല്ല. 23 കല്ലുകൾ എറിഞ്ഞു. 2ാമത്തെ ദിവസത്തെ ഏറ് കഴിഞ്ഞ് അവൻ മഗ്‌രിബിന് മുമ്പ് മിന വിട്ട് പോരാൻ സാധിക്കുന്നവനാണെങ്കിൽ
അവനെ സംബന്ധിച്ചിടത്തോളം 13-ന് അവൻ അവിടെ നിൽക്കേണ്ടതില്ല. ഇനി 12-ന് അവൻ അവിടെ താമസിച്ചു മഗ്‌രിബിന്. എന്നാൽ 12-ന് രാത്രി അഥവാ 13-ന് രാവ് രാപ്പാർക്കണം. 13-ന് പ്രഭാതമായി ളുഹ്റായതിനു ശേഷം 3 ജംറകളിൽ എറിഞ്ഞ് 13-ന്റെ ഏറ് പൂർത്തിയാക്കി അവൻ തിരിച്ചു പോരണം. ഈ 2 രീതി, രണ്ടും ഏതാണോ അവലംബിക്കാൻ സൗകര്യം. ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ദുൽഹജ്ജ് 12 ആയി കഴിഞ്ഞാൽ ഒരു 60-70% ആളുകൾ നഫറബലായി പോരും. ബാക്കി ഒരു 30-40% ആളുകളെ മിനയിലുണ്ടാവും. അവർക്ക് സുഖമായി ഖളാ ആയ ഏറുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ തിരക്ക് കൊണ്ട് എറിയാൻ കഴിയാത്തത് അന്ന് ഖളാ വിട്ടാം. 13-ന് ഈ മഗ്‌രിബാവുന്നതോടുകൂടി അസ്തമിക്കുന്നതോടുകൂടി അയ്യാമത്തെ ശരീക്കിന്റെ ദിവസം അവസാനിച്ചു. അതോടുകൂടി ഏറിന്റെ സമയവും കഴിഞ്ഞു. പിന്നെ ഏറ് ഖളാ ആയാൽ അതിന് പകരമായി ഫിദിയ കൊടുക്കണം. ജംറകളെ എറിയുമ്പോൾ ഏറ് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒടുവിലത്തെ ജംറയിലല്ലാതെ എവിടെ ഒരു കല്ല് വിട്ടാലും ശേഷം എറിഞ്ഞത് മുഴുവൻ ദുർബലമാണ്. 11, 12, 13 ദിവസങ്ങളിൽ എറിയുമ്പോൾ ജംറത്തുൽ ഊല, ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ അഖബ, ഇതിൽ ജംറത്തുൽ അഖബയിൽ ഒരു കല്ല് വിട്ടാൽ അതിന് പകരമായി 1 മുദ്ദ് ധാന്യം ധർമ്മം ചെയ്യണം. 2 മുദ്ദ് ധർമ്മം ചെയ്യണം. 2 കല്ല് വിട്ടാൽ 3 കല്ല് വിട്ടുപോയാൽ ഒരാടിനെ അറുത്ത് ധർമ്മം ചെയ്യണം. അതേസമയം ജംറത്തുൽ അഖബക്ക് മുമ്പുള്ള ഏതെങ്കിലും ജംറയെ എറിയുമ്പോഴാണ് കല്ല് വിട്ടത് എങ്കിൽ 1 പൂർത്തിയായതിനു ശേഷമേ അടുത്തത് സ്വഹീഹാകൂ എന്നതുകൊണ്ട് ആ കല്ല് വിട്ടതിന് ശേഷം എറിഞ്ഞത് മുഴുവൻ ദുർബലമാണ്. എല്ലാ ഏറും നഷ്ടപ്പെട്ടാൽ ഒരു ആടിനെ അറുത്ത് ധർമ്മം ചെയ്ത് പരിഹരിക്കണം. അതുകൊണ്ട് ജംറത്തുൽ ഊല 7 എറിഞ്ഞതിന് ശേഷമേ ജംറത്തുൽ ഉസ്ത എറിഞ്ഞാൽ ശരിയാകൂ. ജംറത്തുൽ ഊലയിൽ ഒരു കല്ല് നഷ്ടമായി, ഉസ്തയും അഖബയും എറിഞ്ഞാൽ ആ ഏറ് രണ്ടും സ്വഹീഹാകയില്ല. അതുപോലെ തന്നെ നാം പകരം ഒരാളെ ഏർപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്വന്തം ഏറ് എറിഞ്ഞതിന് ശേഷമായിരിക്കണം അവൻ മറ്റുള്ളവരുടെ ഏറ് എറിയേണ്ടത്. അത് ആദ്യമായി അവന്റെ 7 ഏറ് പൂർത്തിയാക്കി 3 ജംറകളും പൂർത്തിയാക്കി തിരിച്ചു വന്നതിന് ശേഷമാണ് അവൻ മറ്റുള്ളവരുടെ ഏറ് എറിയേണ്ടത്. ദുർബലമായ അഭിപ്രായം, ചില പ്രത്യേക ഘട്ടത്തിൽ തിരിച്ചു തരാൻ കഴിയാതെ വരുമ്പോൾ ഓരോ ജംറയിലും അവന്റേതും ഏൽപ്പിക്കപ്പെട്ടവരുടേതും എറിയാം എന്ന അഭിപ്രായമുണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായം അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ് 3 ജംറകളിലും പൂർത്തിയാക്കി തിരിച്ചു വന്നതിന് ശേഷം ആരാണോ ഏൽപ്പിച്ചത് അവർക്ക് വേണ്ടിയുള്ള പകരം ഏറ് എറിയണം എന്നാണ്. ഇങ്ങനെ ജംറകളിലെ ഏറ് മുഴുവൻ പൂർത്തിയാക്കി അയ്യാമത്തെ ശരീക്കിന്റെ ദിവസത്തിലെ മുഴുവൻ ഏറും കഴിഞ്ഞ് അവൻ പരിശുദ്ധ ഹറമിൽ തിരിച്ചു വന്ന് ഇഫാദത്തിന്റെ തവാഫും സഅയും ചെയ്യാത്തവനാണെങ്കിൽ അത് ചെയ്ത് ഇനി അവൻ ഒന്നുകിൽ മദീനയിലേക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക്, ഇനി അവന് നിർവഹിക്കാനുള്ള പ്രവർത്തനം തവാഫുൽ വദാ ആണ്. കഅബയെ വിട്ട് 2 മർഹല ദൂരത്തേക്ക് ആര് പോകുമ്പോഴും വദാഇന്റെ തവാഫ് ചെയ്യൽ നിർബന്ധമാണ് എന്നാണ് അഭിപ്രായം. അതേസമയം വദാഇന്റെ തവാഫ് ഒഴിവായാൽ ഒരാടിനെ അറുത്ത് ധർമ്മം ചെയ്യണം. ഇതിൽ ഇർത്തിബാഴോ റംല് നടത്തമോ ഒന്നും വേണ്ട. സുന്നത്താണ് വദാഇന്റെ തവാഫ് എന്ന ഒരഭിപ്രായവുമുണ്ട്. ആർത്തവകാരിയെ സംബന്ധിച്ചിടത്തോളം അവൾ വദാഇന്റെ തവാഫ് നിർവഹിക്കേണ്ടതില്ല. എങ്ങനെയാണ് വദാഇന്റെ തവാഫ് നിർവഹിക്കേണ്ടത്? യാത്രക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി അവൻ പോകാൻ തയ്യാറെടുത്തു കഴിഞ്ഞാൽ നേരെ ഹറമിൽ ചെന്ന് ഞാൻ വദാഇന്റെ തവാഫ് ചെയ്യുന്നു എന്ന് നിയത്ത് ചെയ്തുകൊണ്ട് 7 തവണ കഅബാലയത്തെ ചുറ്റി 2 റക്അത്ത് നമസ്കരിച്ച് മുൽത്തസമിൽ ചെന്ന് തന്റെ കവിളൊട്ടിച്ച് പ്രത്യേകം ദുആ ചെയ്ത് വളരെ വികാര നിർഭരനായി, പടച്ച റബ്ബേ, ഇതെന്റെ അവസാനത്തെ വരവാക്കരുത് തമ്പുരാനെ, ഇനിയും എനിക്ക് ഈ കഅബാലയത്തിലേക്ക് വരാൻ നീ അവസരം തരണേ, ഈ പുണ്യഭൂമിയോട് ഞാൻ വിട പറഞ്ഞു പോവുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരുടെ പാദസ്പർശം കൊണ്ട് പുണ്യമണിഞ്ഞ ഭൂമി, മഹാന്മാരായ സ്വഹാബത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഭൂമി, ഇസ്ലാമിന്റെ ഭൂമി, നമ്മുടെ ഈറ്റില്ലം. അവിടെ നിന്ന് നമ്മൾ വിട പറയുമ്പോൾ ഏതൊരു വിശ്വാസിയുടെയും മനസ്സ് വേദനിക്കും. അവൻ കഅബയെ നോക്കിക്കൊണ്ട് കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് വികാരത്തോടു കൂടി അവിടുന്ന് യാത്ര പറയുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം അതാണ് വദാ. അങ്ങനെ കഅബയോട് സമ്മതം ചോദിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു പോരുന്നു. അവിടെ വെച്ച് പ്രത്യേകം ദുആ ചെയ്യാൻ പ്രത്യേക ദുആകളുണ്ട്. സ്ത്രീകളാണെങ്കിൽ ആർത്തവമുള്ള സമയത്ത് മസ്ജിദുൽ ഹറാമിന്റെ പുറത്ത് വന്ന് കഅബയിലേക്ക് നോക്കി ആ ദുആ നിർവഹിച്ചുകൊണ്ട് നാട്ടിലേക്കോ അതല്ലെങ്കിൽ മദീനയിലേക്കോ യാത്ര തിരിക്കണം. അങ്ങനെ ആ വിശുദ്ധമായ ഗേഹത്തിൽ നിന്നുകൊണ്ട് യാത്ര തിരിക്കുന്ന ആ രംഗം നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. ഇപ്പോൾ നാം ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി വദാഇന്റെ തവാഫ് ചെയ്ത് നാട്ടിലേക്ക് മടങ്ങുന്നതിന് വേണ്ടി സജ്ജരായിരിക്കുന്നു. ഇനി നമുക്ക് മദീന സിയാറത്ത് കൂടി പറയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് മദീന സിയാറത്ത് കൂടി പഠിച്ചതിന് ശേഷം നാട്ടിലേക്ക് മടങ്ങുന്നതിന്റെ അദബുകളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. മൻസാറ ഖബരി വജബത്ത് ലഹു ശഫാഅതി, ആരെങ്കിലും എന്റെ ഖബർ വന്നുകൊണ്ട് റൂള സന്ദർശിച്ചാൽ വജബത്ത് ലഹു ശഫാഅതി, വജബത്ത് ലഹു ശഫാഅതി, എന്റെ ശഫാഅത്ത് അവന് നിർബന്ധമാണ്. അത്രയും മനോഹരമായ ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആ പ്രദേശം എന്ന് പറയുന്നത് പരിശുദ്ധ പ്രവാചകർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. ഇമാം ബുസ്രി തങ്ങൾ ആ മഹത്തായ പ്രദേശം, അവിടെ സന്തോഷത്തോടുകൂടി ചുംബനം ചെയ്യാൻ എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ
അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരോടുള്ള സ്നേഹം മുൻനിർത്തി ചെയ്യുന്ന ആ പ്രവർത്തനം വളരെ പവിത്രമാണെന്ന് മഹാനായ ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മദീനയിലേക്ക് പോകുന്നു. മക്കയിൽ നിന്ന് 400-ൽ പരം കിലോമീറ്റർ യാത്ര ചെയ്താൽ മദീനയിലെത്തും. ഈ വദാഇന്റെ തവാഫ് എന്ന് പറയുന്ന കർമ്മം നിർവഹിച്ചതിന് ശേഷം യാത്രയ്ക്ക് വേണ്ടി ബസ്സിൽ കയറി 400ഓളം കിലോമീറ്ററുള്ള മദീനയിലേക്ക് എത്തുന്നു. അവൻ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, ദിക്ർ വർദ്ധിപ്പിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നതിന് വേണ്ടിയാണ് പോകുന്നത് എന്ന ആ സന്തോഷം മനസ്സിൽ സൂക്ഷിക്കുക. അങ്ങനെ പരിശുദ്ധ മദീനയിലേക്ക് അവൻ എത്തുന്നു. അങ്ങനെ മദീനയിൽ എത്തിച്ചേരുമ്പോൾ മദീനയിലെ കെട്ടിടങ്ങൾ കാണുമ്പോഴും അതുപോലെ തന്നെ മസ്ജിദുൻ നബവി കാണുമ്പോഴുമൊക്കെ നമ്മൾ ചൊല്ലേണ്ട പ്രത്യേക ദിക്റുകളും അതുപോലെ തന്നെ സ്വലാത്തുകളും ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ മനാസിക്കിൽ പറഞ്ഞിട്ടുണ്ടാകും, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ ചെയ്തു വരുന്ന മനോഹരമായ ഒരു പ്രവർത്തനമാണിത്. തീർച്ചയായും അത് നമ്മളൊക്കെ ചെയ്യണം. നമ്മളിപ്പോൾ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു, മുത്തൈഫിങ്കിൽ നിന്ന് അനുമതി വാങ്ങി നമ്മളിതാ പരിശുദ്ധ മദീനയിലേക്ക് പോകുന്നു. ഒരുപക്ഷെ നമ്മൾ മദീനയിൽ പോയി ഹജ്ജിന്റെ മുമ്പാണ് പോകുന്നതെങ്കിൽ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ വരും. അങ്ങനെ മദീനയിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുന്ന സമയമാണെങ്കിൽ ദുൽഹുലൈഫയിൽ വെച്ച് ഒരുപക്ഷെ നമ്മൾ ഹജ്ജിന് ഇഹ്റാം ചെയ്യും, അല്ലെങ്കിൽ നാം ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യും. ഏതെങ്കിലും ഒന്ന് ഇഹ്റാം ചെയ്തുകൊണ്ടാണ് നമ്മൾ മക്കയിലേക്ക് വരിക. അങ്ങനെ നമ്മൾ തിരിച്ചു പോരുന്നുവെങ്കിൽ, അതല്ല ഹജ്ജിന്റെ ശേഷമാണ് നമ്മൾ മദീനയിൽ പോകുന്നതെങ്കിൽ നാം നാട്ടിലേക്ക് തിരിച്ചു പോരും. രണ്ടും സംഭവിക്കാം. ഇപ്പോൾ നാം മദീനയിലേക്ക് പോകുമ്പോൾ അവിടേക്കുള്ള സാധന സാമഗ്രികളൊക്കെ ഒരുക്കി മഹത്തായ ആ പുണ്യനഗരത്തിൽ എത്തിക്കഴിഞ്ഞ് നമ്മുടെ റൂം കണ്ടുപിടിച്ച് അവിടെ നമ്മൾ താമസിച്ച് ആ റൂമിൽ നിന്നും കുളിച്ച് വൃത്തിയായി അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ കാണാൻ പോകുമ്പോൾ നല്ല വൃത്തിയുള്ള വെള്ള വസ്ത്രം ധരിച്ച് മദീനയിലേക്കാണ് പോകുന്നത്, പ്രവാചകരെ കാണുവാൻ പോകുന്നു എന്ന നിയ്യത്തോടുകൂടി ആ മഹത്തായ ഭവനത്തിലേക്ക് പോകുമ്പോൾ, മസ്ജിദുൻ നബവിയിലേക്ക് പോകുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി അങ്ങനെ നാം നേരിട്ട് മസ്ജിദുൻ നബവിയിലെത്തുന്നു. മസ്ജിദുൻ നബവിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് സാധ്യമെങ്കിൽ റൗദ ലക്ഷ്യമാക്കി പോവുക, അതല്ലെങ്കിൽ പള്ളിയിൽ സൗകര്യപ്പെട്ട സ്ഥലത്ത് ആദ്യമായി 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കുക. തഹിയ്യത്ത് എന്ന് പറയുമ്പോൾ ലോകത്തെ ഏത് പള്ളിയിൽ നമ്മൾ പ്രവേശിച്ചാലും ആ പള്ളി അഥവാ മസ്ജിദുൽ ഹറാമിലൊഴികെ, നേരത്തെ സൂചിപ്പിച്ചു മസ്ജിദുൽ ഹറാമിൽ അഥവാ മക്കത്തെ പള്ളിയിൽ കടന്നാൽ സാധിക്കുമെങ്കിൽ തഹിയ്യത്തായി ചെയ്യേണ്ടത് തവാഫാണ്. മറ്റു പള്ളികളിലൊക്കെ മസ്ജിദുൻ നബവിയിലും 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കാരം. അള്ളാഹുവിന് വേണ്ടി തഹിയ്യത്ത് നമസ്കാരം ഞാൻ നിർവഹിക്കുന്നു, അല്ലാഹു അക്ബർ. സാധാരണ നമസ്കാരം പോലെ 2 റക്അത്ത് നമസ്കരിച്ച് പൂർത്തീകരിക്കുക. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നാം നേരിട്ട് ചെന്നുകൊണ്ട് റൗദയിലാണ് നിസ്കരിച്ചതെങ്കിൽ പിന്നെ റൗദ തേടി പോകേണ്ട കാര്യമില്ല. റൗദയിൽ തന്നെ നമസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, മാബൈന ഖബരി വ മിംബരി റൗദത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ ഖബറിന്റെയും മിംബറിന്റെയും ഇടക്കുള്ള സ്ഥലം സ്വർഗ പൂങ്കാവനമാകുന്നു. സ്വർഗ പൂങ്കാവനത്തിൽ നിന്നുള്ള ഒരു പൂങ്കാവനമാണെന്ന് പ്രവാചകർ പഠിപ്പിച്ചു. ആ പ്രദേശം പ്രത്യേകമായി ഒരു പടം വിരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെ രേഖപ്പെടുത്തിയ സ്ഥലം ഇതാ നോക്കൂ, റൗദ ഷരീഫിന്റെ ഈ ചിത്രം നോക്കൂ നിങ്ങൾ. ഇവിടെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മാബൈന ഖബരി, ഖബർ എന്ന് പറയുന്ന ഹുജറ ഷരീഫ്, ഇതാണ് റൗദ ഷരീഫ്. ഈ റൗദ ഷരീഫ് എന്ന് പറയുന്ന റൗദയിലാണ് പ്രവാചകർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹും ഉമറുൽ ഫാറൂഖ് തങ്ങളും ഈ റൗദയിലാണ്. ഇത് ആയിഷ ബിയുടെ വീടായിരുന്നു. ഈ വീട്ടിലാണ് ബഹുമാനപ്പെട്ട പ്രവാചകരെ അടക്കം ചെയ്തിരിക്കുന്നത്. അവിടെയാണ് സിദ്ദീഖ് തങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ഉമറുൽ ഫാറൂഖ് തങ്ങളെയും മറവ് ചെയ്തിരിക്കുന്നത്. ആ വീടിന്റെയും അഥവാ ഈ റൗദയുടെയും വ മിംബരി, പ്രവാചകർ ഖുത്ബ ഓതിയ മിമ്പറാണ് കാണുന്നത്. ഈ കാണുന്ന മിമ്പർ നോക്കൂ. ഈ മിമ്പറിന്റെയും അതുപോലെ തന്നെ ഈ ഖബറിന്റെയും ഇടക്കുള്ള ഈ പ്രദേശം നോക്കൂ. ഇതാണ് റൗദ അഥവാ സ്വർഗത്തിന്റെ തോപ്പ്. അവിടെ നമസ്കരിക്കുന്നതിന് വേണ്ടി പലരും വമ്പിച്ച തിരക്ക് കൂട്ടുന്നത് കാണാം. ഈ മഹത്തായ സ്ഥലം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ആരാധന നിർവഹിച്ചവർക്ക് സ്വർഗം ലഭിക്കുമെന്ന രീതിയിലാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ പുണ്യ സ്ഥലത്ത് നമ്മൾ ആരാധന നിർവഹിച്ച് 2 റക്അത്ത് നമസ്കരിച്ച് നമസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്ത് പിന്നീട് നമ്മൾ നേരെ മുന്നോട്ട് ചെന്ന് ഈ പരിശുദ്ധമായ റൗദ ഷരീഫിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾക്കും ഉമറുൽ ഫാറൂഖ് തങ്ങൾക്കും സലാം പറയാൻ പോകണം. അപ്പോൾ ആദ്യമായി നാം സലാം പറയേണ്ട രൂപം, ആളുകൾ എല്ലാവരും സലാം പറയാൻ പോകുന്ന ആ രംഗം നോക്കൂ നിങ്ങൾ. ആളുകൾ ധാരാളമായി പ്രവേശിച്ചുകൊണ്ട് സലാം പറയാൻ പോകുന്നു. അങ്ങനെ ചെന്ന് നാം റൗദ ഷരീഫിന്റെ മുമ്പിൽ നിന്നാൽ പ്രത്യേകിച്ച് ഗ്രിൽസ് ഇട്ടുകൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കും. ഇവിടെ നമ്മൾ നിൽക്കേണ്ട രീതി, സലാം പറയുന്നതിന് വേണ്ടി നിൽക്കേണ്ടത് ഖബറിന് അഭിമുഖമായിട്ടാണ്. ഖബറിന് അഭിമുഖമായി നിൽക്കുക എന്നാൽ കിബിലക്ക് നേരെ തിരിഞ്ഞു നിൽക്കുക. നമ്മുടെ പുറംഭാഗം കിബിലയിലേക്ക് വരും, നമസ്കരിക്കുന്നതിന് നേരെ വിരുദ്ധമായി. അങ്ങനെ നമ്മൾ നേരെ നിന്ന് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയണം. സലാം വളരെ അദബോടുകൂടി, വലിയ ശബ്ദം ഉയർത്താതെ, വളരെ അച്ചടക്കത്തോടുകൂടി, പ്രതിഫലേച്ഛയോടുകൂടി നമ്മൾ ചൊല്ലണം. സലാമിൽ ഏറ്റവും ചുരുങ്ങിയ രൂപം നോക്കൂ. അസ്സലാമു അലൈക യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് സലാം പറയേണ്ട ഏറ്റവും ചെറിയ രൂപം അതാണ്. ഇനി പൂർണ്ണമായി ഒരാൾ സലാം ചെല്ലണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മനാസിക് പുസ്തകത്തിൽ വിശദമായി സ്വലാത്ത് കാണിച്ചിട്ടുണ്ടാവും. ഇത് കഴിയുന്നവർ മനാസിക്കിൽ നോക്കിയോ കാണാതെ പഠിച്ചോ ഇങ്ങനെ സ്വലാത്ത് ചെല്ലുന്നത് ഗുണകരമാണ്. അത് കഴിഞ്ഞാൽ നോക്കൂ, ഇപ്പോൾ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറഞ്ഞു. ഇനി നമ്മൾ 1 മുഴം വലത്തോട്ട് നീങ്ങി നിൽക്കുക. 1 മുഴം വലത്തോട്ട് നീങ്ങി നിന്ന ശേഷം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് സലാം പറയുക.
അസ്സലാമു അലൈക യാ അമീറൽ മുഅ്മിനീന അബൂബക്കർ, അസ്സലാമു അലൈക യാ അമീറൽ മുഅ്മിനീന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് സലാം പറയേണ്ടതിന്റെ ചെറിയ രൂപം. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് സലാം പറഞ്ഞു. ഇനി ഒരു മുഴം കൂടി വലത്തോട്ട് മാറി നിൽക്കുക. ഒരു മുഴവും കൂടി വലത്തോട്ട് മാറി നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ ഖബറിന് നേരെയാണ് നമ്മൾ വരുന്നത്. നോക്കൂ, ഒരു മുഴം കൂടി വലത്തോട്ട് മാറി നിൽക്കുമ്പോൾ നമുക്കിതാ ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും. അങ്ങനെ നാം അവിടെ ചെന്ന് നിന്നാൽ ഉമർ തങ്ങൾക്ക് സലാം പറയുക. അസ്സലാമു അലൈക യാ അമീറൽ മുഅ്മിനീന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇപ്പോൾ 3 സലാം നമ്മൾ പൂർത്തിയാക്കി. അതിനുശേഷം ഖിബ്ലക്ക് തിരിഞ്ഞു നിന്ന് നമ്മൾ ദുആ ചെയ്യുക, ഫാത്തിഹ ഓതി ദുആ ചെയ്യുക. ഇതോടൊപ്പം തന്നെ നമ്മോട് ആരെങ്കിലും സലാം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ സലാം പറയേണ്ടതാണ്. അങ്ങനെ ഏൽപ്പിച്ച ആളുകൾക്ക് വേണ്ടി സലാം പറയുന്നതിനുള്ള രൂപം കിതാബുകളിൽ കാണാൻ കഴിയും. അസ്സലാമു അലൈക യാ റസൂലല്ലാഹി മിൻ ഫുലാൻ ഇബ്നു ഫുലാൻ. ഫുലാൻ ഇബ്നു ഫുലാൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫുലാൻ എന്ന് പറഞ്ഞെടുത്ത് അവന്റെ പേരും ഇബ്നു ഫുലാൻ എന്ന് പറഞ്ഞെടുത്ത് അവന്റെ വാപ്പാന്റെ പേരും അബ്ദുസമദ് ഇബ്നു അഹമ്മദ് എന്ന രീതിയിൽ, ആ രീതിയിൽ നമ്മൾ സലാം പറയുക. അല്ലെങ്കിൽ നമുക്ക് വാപ്പാന്റെ പേര് ഓർമ്മയില്ലെങ്കിൽ ഇന്ന ആള് സലാം പറഞ്ഞിരിക്കുന്നു എന്ന് പറയുക. ഇനി അറബിയിൽ പറയാൻ അറിയില്ല, അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ ഇന്ന ആൾ ഇവിടെ വന്ന് ഒരു സലാം പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അല്ലെങ്കിൽ അസ്സലാമു അലൈക യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അവന് വേണ്ടി നമ്മൾ പറയുന്നതായി സലാം പറയുക. ഏറ്റെടുത്ത സലാം മറക്കാതെ അവിടെ ചെന്നുകൊണ്ട് പറയാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന കാര്യം എല്ലാവരെയും വീണ്ടും ഉണർത്തുകയാണ്. ഇപ്പോൾ സലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കൂടുതൽ സമയം അവിടെ നിന്ന് ദുആ ചെയ്യണമെങ്കിൽ ദുആ ചെയ്യാം. ഇതുപോലെ മസ്ജിദുൻ നബവിയിൽ 5 വക്ത് ജമാഅത്തിന് നമ്മൾ വരുമ്പോഴും അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന് സലാം പറഞ്ഞുകൊണ്ടേ പള്ളിയിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോകാവൂ. സാധിക്കുമ്പോഴെല്ലാം, അല്ലാത്തപ്പോൾ അതിനുവേണ്ടി പ്രത്യേകമായി വന്ന് സലാം പറയുക. സലാം പറഞ്ഞ് ദുആ ചെയ്ത് പുറത്തിറങ്ങി പിന്നീട് നാം നേരെ അഥവാ റൗദ ഷരീഫിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നോക്കൂ, ഈ വിശാലമായ സ്ഥലം നോക്കൂ. ഇതാണ് ഈ ചുമർ കെട്ടി പ്രത്യേകമായി ബൗണ്ടറി രേഖപ്പെടുത്തിയിട്ടുള്ള ഈ വിശാലമായ ഖബർസ്ഥാനാണ് മദീനയിലെ പഴയകാല ഖബർസ്ഥാൻ. അതാണ് ജന്നത്തുൽ ബഖീഅ്. അവിടെയാണ് മഹത്തുക്കളായ നിരവധി സ്വഹാബത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പാദസ്പർശനമേറ്റ പുണ്യഭൂമിയിൽ 12,000-ൽ പരം സ്വഹാബത്തിന്റെ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് പ്രവാചകർ വരുമ്പോൾ ആ 12,000 വരുന്ന സ്വഹാബത്തിൽ 10,000-ത്തോളവും മദീനയിൽ തന്നെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അതുപോലെ പരിശുദ്ധ പ്രവാചകരുടെ ബന്ധുക്കള്, ഭാര്യമാര്, ഖദീജ ബീവി അല്ലാത്ത മുഴുവൻ ഭാര്യമാരും, മൈമൂന ബീവി മക്കയിലാണ്, ബാക്കി ഭാര്യമാര്, അതുപോലെ മറ്റുള്ളവർ എല്ലാവരും അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രദേശം. ആ പ്രദേശത്ത് സിയാർത്ത് ചെയ്തൽ പ്രത്യേക സുന്നത്താണ്. അവിടെ ചെന്നുകൊണ്ട് സാധ്യമെങ്കിൽ സുബൈക്ക് ശേഷവും അസറിന് ശേഷവും സിയാർത്തിന് സൗകര്യമുണ്ട്. ലോക മുസ്ലിമുകൾ മുഴുവൻ സിയാർത്ത് ചെയ്യും, നമ്മളും സിയാർത്ത് ചെയ്യുക. ജന്നത്തുൽ ബഖീഅ് സിയാർത്ത് ചെയ്യൽ മദീനയിലെ ഏറ്റവും പുണ്യപ്പെട്ട ഒരു പ്രവർത്തനമാണ്. 8 ദിവസം മക്കയിൽ താമസിച്ച് 40 വക്ത് ജമാഅത്ത് കൃത്യമായി നമ്മൾ നമസ്കരിച്ചാൽ അത് വളരെ പ്രതിഫലാർഹമായ പ്രവർത്തനമാണ് എന്ന് ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 40 വക്ത് ജമാഅത്ത് കിട്ടുമാറ് നമ്മൾ മദീനയിൽ താമസിക്കുന്നത് ഏറെ പുണ്യകരമാണ്. നാം മദീനയിൽ താമസിക്കുമ്പോൾ നമുക്ക് സന്ദർശിക്കാനുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ആ സന്ദർശന പ്രദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉഹദ്. ഉഹദ് എന്ന് പറയുന്നത് ഏകദേശം 5 കിലോമീറ്ററാണ് മദീനയിൽ നിന്ന് ഉഹദിലേക്കുള്ളത്. നോക്കൂ, ഇതാണ് ഉഹദ് പർവ്വതം. ഈ ഉഹദ് മലയുടെ താഴ്വരയിലാണ് മഹത്തായ ഉഹദ് യുദ്ധം നടന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പർവ്വതത്തെ നാം സ്നേഹിക്കുന്നു, ആ പർവ്വതം നമ്മളെയും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മഹത്തായ ഉഹദ്, ഈ ഉഹദില് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നടന്ന ഉഹദ് യുദ്ധം. ഈ ഉഹദിൽ മരണപ്പെട്ട ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ജഅ്ഷ്, മിസ്അബ് റളിയല്ലാഹു തആല അൻഹു, ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു, ഈ മഹത്തുക്കളുടെ ഖബറുകൾ അവിടെ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി ഉഹദിൽ മരണപ്പെട്ട ആളുകൾ ജന്നത്തുൽ ബഖീലാണ് മറവിട്ട് കിടക്കുന്നത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഈ ഉഹദ് സന്ദർശിക്കുക, അവിടെ ചെന്നുകൊണ്ട് പ്രത്യേകം ദുആ ചെയ്യുക. ആളുകളൊക്കെ ജമറുർ റുമാത്തിന്റെ ഭാഗത്ത് ചെന്നുകൊണ്ട് പ്രത്യേകം ദുആ ചെയ്യുന്നത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊന്ന് ഹന്തക്ക്. ഹന്തക്കിനെ കുറിച്ച് അറബികൾ പറയും സബ്അ മസാജിദ്. അവിടെ 7 പള്ളികൾ ഉണ്ടായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ, അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ, അങ്ങനെ ഈ 6 പള്ളികൾക്ക് പുറമെ മസ്ജിദുൽ ഫത്ഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹന്തക്ക് യുദ്ധം നടക്കുമ്പോൾ പ്രത്യേകമായി സുജൂദിൽ വീണ പള്ളി മസ്ജിദുൽ ഫത്ഹ്. ഈ പള്ളികളൊക്കെ നമുക്ക് ഇന്ന് കാണുവാൻ കഴിയും. നോക്കൂ, ഇതാണ് ഹന്തക്ക്. ഇസ്ലാമിൽ ആദ്യമായി കിടങ്ങ് കീറിയ യുദ്ധം നടന്നത് ഹന്തക്കിലാണ്. ആ ഹന്തക്ക് യുദ്ധത്തിന്റെ ചരിത്രം പറയുന്ന ഭൂമി ഇൻഷാ അല്ലാഹ് നമുക്ക് സന്ദർശിക്കുവാൻ കഴിയും. എന്നതുപോലെ തന്നെ മദീനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സന്ദർശന കേന്ദ്രങ്ങളിൽ ഒന്നാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ. മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ്. അപ്രകാരം തന്നെ നാം മസ്ജിദുൽ ഖുബാ എന്ന് പറയുന്ന ഒരു പള്ളിയെ കുറിച്ച് ചെറുപ്പത്തിലേ പഠിച്ചു. ആ പള്ളി നോക്കൂ, മസ്ജിദുൽ ഖുബാ.
മസ്ജിദുൽ ഖുബ എന്ന് പറയുന്ന പള്ളി, ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് നിർമ്മിച്ച പള്ളി എന്നാണ് അതിന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്ന് ആദ്യമായി നിർമ്മിച്ച പള്ളി മസ്ജിദുൻ നുസ്സിസ അല തഖ്വാ ഫീ അവ്വലി യൗം എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ പള്ളിയാണത്. ആ പള്ളി ഇൻഷാ അല്ലാഹ് നമുക്ക് കാണുവാൻ കഴിയും. എന്നതുപോലെ മറ്റൊരു പള്ളിയാണ് വളരെ പ്രധാനമായി നാം ഇസ്ലാമിക ചരിത്രത്തിൽ മനസ്സിലാക്കി വെക്കേണ്ട മസ്ജിദുൽ ഇജാബ. മദീനയിലെ പ്രധാനപ്പെട്ട പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് സാധ്യമാകുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി പരമാവധി പുണ്യം നേടി അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ മസ്ജിദുൻ നബവിയോട് വിട പറഞ്ഞുകൊണ്ട് യാത്ര തിരിക്കുന്നു. അങ്ങനെ യാത്ര തിരിക്കുമ്പോൾ നാം 8 ദിവസം മദീനയിൽ നിന്ന് നമസ്കാരങ്ങളൊക്കെ പൂർത്തിയാക്കി തിരിച്ചു പോരുമ്പോൾ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഉസ്തുഹിബ്ബ അൻ യുവദ്ദി അൽ മസ്ജിദ ബിറക്അതൈനി, വദാഇന്റെ 2 റക്അത്ത് നിസ്കാരം. പള്ളിയിൽ പോയി അവസാനമായി സാധ്യമെങ്കിൽ റൗദയിൽ തന്നെ പോയി 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ യാത്ര തിരിക്കുക. സാധ്യമായ നോമ്പ് മദീനയിൽ വെച്ച് നോക്കുക. സാധിക്കുമെങ്കിൽ മദീനയിൽ വെച്ച് ഒരു നോമ്പെങ്കിലും നോൽക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ നാം വിശുദ്ധ ഹറമിൽ വെച്ച് മസ്ജിദുൻ നബവിയുടെ ആ സമീപത്ത് താമസിക്കുന്ന സന്ദർഭത്തിൽ ഒരു നോമ്പ് നോറ്റ് പുണ്യം നേടി തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് മടങ്ങുന്നു. നാട്ടിലേക്ക് മടങ്ങുമ്പോൾ വിശുദ്ധമായ ഹറമിൽ ചെന്നുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രത്യേകമായി ദുആ ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്? ഈ സിയാറത്തും കാര്യങ്ങളും ഒക്കെ നിർവഹിച്ചതിന്റെ ശേഷം പ്രത്യേകമായി നാം പള്ളിയിൽ ചെന്ന് 2 റക്അത്ത് നിസ്കരിച്ച് ആവശ്യമായ കാര്യങ്ങൾക്കൊക്കെ ദുആ ചെയ്തതിന്റെ ശേഷം പ്രത്യേകമായി ദുആ ചെയ്യുക. അല്ലാഹുമ്മ ലാ തജ്അൽ ഹാദാ ആഖിറൽ അഹ്ദി ബിഹറമി റസൂലിക. എന്താണ് ആ വാചകത്തിന്റെ അർത്ഥം? വൈകാരികമാണത്. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധ ഹബീബിന്റെ റൗദയിലേക്കുള്ള ഈ വരവ് എന്റെ അവസാനത്തെ വരവാക്കല്ല തമ്പുരാനെ. അല്ലാഹുമ്മ ലാ തജ്അൽ ഹാദാ ആഖിറൽ അഹ്ദി ബിഹറമി റസൂലിക വയസ്സിർ ലി അൽ ഔദ ഇലൽ ഹറമൈനി. ഈ ഹറമുകളിലേക്ക് വീണ്ടും മടങ്ങി വരാൻ എനിക്ക് അവസരം തരണം. ബിമന്നിക വ കറമിക വ ഫദ്ലിക വർസുഖ്നി അൽ അഫ്വ വൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ വറുദ്ദനാ ഇലാ ഔത്വാനിനാ വ അഹ്ലീനാ സാലിമീന ഗാനിമീൻ വവഫിഖ്നാ വ ഇയ്യാഹും ലിതോഅതിക വജ്മഅ ബൈനനാ വ ബൈന അഹ്ബാബിനാ ഫീ ദാരി കറാമതിക യാ അർഹമർ റഹീമീൻ. ഈ ദുആ പ്രത്യേകം ദുആ ചെയ്യുക. ഈ ദുആ പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ നിന്നും നാട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്, അല്ലെങ്കിൽ നമ്മൾ മക്കയിലേക്ക് പോരുകയാണ്. ഇപ്പോൾ നാം ഒന്നുകിൽ മദീന സിയാറ പൂർത്തിയാക്കി മക്കയിലേക്ക്, അല്ലെങ്കിൽ മദീന സിയാറ പൂർത്തിയാക്കി നാട്ടിലേക്ക്. അപ്പോൾ മദീന സിയാറത്ത് പൂർത്തിയാക്കി നമ്മൾ മക്കയിലേക്കാണെങ്കിൽ മക്കയിൽ ചെന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം നേരത്തെ പറഞ്ഞു. മക്കയിൽ ചെന്ന ശേഷം ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഏർപ്പെടണം, അത് നേരത്തെ സൂചിപ്പിച്ചു. ഇനി നാട്ടിലേക്കാണെങ്കിൽ എങ്ങനെയാണ് നാട്ടിലേക്ക് പോരേണ്ട രൂപം, അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുപോലെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സന്ദർഭത്തിൽ 2ആണെങ്കിലും ശരി ഖൈറാണ്. ഹജ്ജിന്റെ വേളയിൽ അവൻ മരണപ്പെട്ടു പോയാൽ സ്വർഗമുറപ്പ്. തിരിച്ചു വരികയാണെങ്കിലോ അവൻ തിരിച്ചു വരുന്ന സമയത്ത് അവനെ സംബന്ധിച്ചിടത്തോളം ബി അജ്രിം വ ഒനീമ എന്നാണ് ഹദീസിൽ ഉപയോഗിച്ച പദം. ഹജ്ജ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വമ്പിച്ച പ്രതിഫലം നേടിക്കൊണ്ടാണ് അവൻ കടന്നു വരുന്നത്. ആ പ്രതിഫലം നേടിക്കൊണ്ട് കടന്നു വരുന്ന വിഭാഗത്തിൽ നമ്മൾ പെടണം. അതിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇറങ്ങുമ്പോൾ ഒരുപാട് മര്യാദകൾ പാലിച്ചു. ഹജ്ജ് കഴിഞ്ഞാൽ ആ മര്യാദകളൊന്നും വിടരുത്. ഹജ്ജിന് ശേഷമുള്ള ഒരാളുടെ ജീവിതം എങ്ങനെയാണോ അതാണ് ഹജ്ജ് മക്ബൂലായോ മബ്രൂറായോ എന്ന് തീരുമാനിക്കുന്നത്. ഹജ്ജ് മക്ബൂലായോ മബ്രൂറായോ എന്ന് തീരുമാനിക്കുന്നത് പിൽക്കാല ജീവിതം നോക്കിക്കൊണ്ടാണ്. അപ്പോൾ മുൻകാല ജീവിതത്തെക്കാൾ അവൻ മെച്ചപ്പെട്ട ഒരു ഇസ്ലാമിക ജീവിതം നയിക്കുന്നുവെങ്കിൽ അവന്റെ ഹജ്ജ് മക്ബൂലാണ് മബ്രൂറാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ നാം തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുമ്പോൾ മടങ്ങുമ്പോൾ ചൊല്ലേണ്ടത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ആയിബൂന തായിബൂന ആബിദൂന സാജിദൂന ലിറബ്ബിനാ ഹാമിദൂൻ സദഖല്ലാഹു വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹദഹു. ഈ ദുആ നിങ്ങളുടെ മനാസിക്കിലുണ്ടാകും. തിരിച്ചുള്ള യാത്രയിൽ ഇത് ചൊല്ലുക. മാത്രമല്ല, തിരിച്ചു വരുന്ന യാത്രയുടെ അദബിൽപ്പെട്ടതാണ് വിവരം നേരത്തെ വീട്ടുകാരെ അറിയിക്കുക. നേരിട്ട് വന്ന് വീട്ടിലേക്ക് കയറുന്നതിന് പകരം നാട്ടിലെത്തി അടുത്തുള്ള പള്ളിയിൽ നിന്ന് പുരുഷന്മാർ 2 റക്അത്ത് നമസ്കരിക്കുക. അതിനുശേഷം വീട്ടിലേക്ക് കടക്കുമ്പോൾ, വീട്ടിലെത്തിച്ചേരുന്ന സന്ദർഭത്തിൽ വീട്ടിലേക്ക് അങ്ങ് പ്രവേശിക്കുമ്പോൾ തോബൻ തോബൻ ലി റബ്ബിനാ ഔബൻ ലാ യുആദിറു ഹൗബാ, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു, അവൻ കുറ്റം ശേഷിപ്പിക്കില്ല, ഞാൻ പശ്ചാത്തപിക്കുന്നു. കാരണം ഞാൻ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞു ഒരുപാട് പാപഭാരങ്ങളും കൊണ്ടാണ് നമ്മൾ പോയിരുന്നത്. പാപഭാരങ്ങളുമായി പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ചെന്നാൽ തീർച്ചയായും നരകത്തിൽ കിടക്കേണ്ടി വരും. നരകത്തിൽ ഒരു മനുഷ്യനെ ഇട്ടാൽ ആ മനുഷ്യൻ നരകാഗ്നിയിൽ കടന്നുകൊണ്ട് പടയുമ്പോ റബ്ബനാ വലബത്ത് അലൈനാ ശിക്വതുനാ വകുന്നാ ഖൗമൻ ളാലീൻ, പടച്ചവനെ വമ്പിച്ച പരാജയത്തിൽപ്പെട്ടുപോയി. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഭൂമിയിൽ നടക്കുമ്പോൾ ഞങ്ങൾ കരുതിയിട്ടില്ല.
പടച്ചവനെ ഈ പരാജയം സംഭവിച്ച റബ്ബനാ വലബത്ത് അലൈനാ ശിക്വത്തുനാ വകുന്നാ ഖൗമൻ ളാലീൻ റബ്ബനാ അഖ്രിജ്നാ മിൻഹാ പടച്ചവനെ നരകത്തിൽ നിന്ന് ഞങ്ങളൊന്ന് പുറത്ത് കടത്തി തരുമോ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ ഭൂമിയിലേക്ക് ഞങ്ങളെ അയച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും ഞങ്ങൾ തെറ്റുകാരാണെങ്കിൽ റബ്ബേ നീ പിടിച്ചോളൂ ശിക്ഷിച്ചോളൂ. ആ സമയത്ത് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ റബ്ബ് പറയും യഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ അവിടെ കിടന്നുകൊള്ളുക നീ മിണ്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിലേക്ക് തന്നെ അവൻ ആപതിക്കും. ആളുകൾ നരകം കത്തിജ്വലിച്ചിട്ട് ഇങ്ങനെ പൊങ്ങി വരും. പൊങ്ങി വന്നുകൊണ്ട് നരകത്തിൽ നിന്ന് പുറത്തു ചാടാനാകുമ്പോൾ സബാനിയാക്കൾ ദണ്ട് കൊണ്ട് അടിച്ചിട്ട് നരകത്തിന്റെ താഴെ തട്ടിലേക്ക് അവനെ പതിപ്പിക്കും. ദുനിയാവിലെ ചൂട് താങ്ങാൻ കഴിയാത്ത നമുക്ക് നരകത്തിന്റെ ചൂട് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഇനിയുള്ള ജീവിതം നമ്മൾ ശരിക്ക് നല്ലവനായി ജീവിക്കാൻ, മുത്തഖിയായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യണം. വീട്ടിലേക്ക് ഹാജി ഇങ്ങോട്ട് വന്ന് കയറുമ്പോൾ ഹാജിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അവനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം. അവനെ സ്വീകരിക്കുന്ന ആളുകൾ പറയണം ഖബിലല്ലാഹു ഹജ്ജക വഅഫറ ദംബക വഅഖ്ലഫ നഫഖതക ഖബിലല്ലാഹു ഹജ്ജക റബ്ബ് നിന്റെ ഹജ്ജ് സ്വീകരിക്കട്ടെ, അതുപോലെ തന്നെ ഗഫറ ദംബക ദോഷമൊക്കെ പുറത്തു തരട്ടെ, വഅഖ്ലഫ നഫഖതക നീ ചെലവാക്കിയത് പടച്ചറബ് തിരിച്ചു തരട്ടെ. അങ്ങനെ നമ്മൾ നല്ല ജീവിതത്തിലേക്ക് അൻ യർജിഅ ഖൈറൻ മിമ്മാ കാന അലൈഹി എന്നാണ് കിതാബിന്റെ വാചകം. അൻ യർജിഅ ഖൈറൻ മിമ്മാ കാന അലൈഹി മുമ്പുണ്ടായിരുന്നതിനേക്കാൾ നല്ല ഖൈറായ ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വരിക. അവൻ നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, ജമാഅത്ത് ഒഴിവാക്കാതെ നമസ്കാരം മുറക്ക് നിർവഹിച്ചുകൊണ്ട് ആളുകളോട് യാതൊരു തരത്തിലും വൃത്തികെട്ട പെരുമാറ്റമില്ലാതെ അനർഹമായ സമ്പാദ്യമുണ്ടാക്കാതെ ഭാര്യയോടും മക്കളോടും സമൂഹത്തോടും നല്ല നിലക്ക് പെരുമാറി വളരെ നല്ല ഒരു ജീവിതം നയിച്ചാൽ അള്ളാഹുവിന്റെ മലക്ക് വന്നുകൊണ്ട് നമ്മുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് ഖേദിക്കാതെ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് തുമ്മസ്തഖാമൂ പിന്നെ നേരെ നിന്ന ആളുകൾ അള്ളാഹുവാണ് രക്ഷിതാവെന്ന് പറയുകയും പിന്നെ നേരെ നിൽക്കുകയും ചെയ്ത ആളുകൾ തതനസ്സലു അലൈഹിമുൽ മലായിക മരണസമയത്ത് മലക്കുകൾ വന്നിട്ട് നമ്മളോട് പറയും അല്ലാ തഖാഫൂ വലാ തഹ്സനൂ പേടിക്കണ്ട, വിഷമിക്കണ്ട, വഅബ്ശിറൂ ബിൽ ജന്ന സ്വർഗ്ഗം കൊണ്ട് നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ഈ സ്വർഗ്ഗം കിട്ടാനാണ് നമ്മൾ ഈ കട്ടപ്പാട് സഹിച്ചത്, അറഫയിൽ പ്രയാസപ്പെട്ടത്, മുസ്ദലിഫയിൽ ഉറക്കൊഴിച്ചത്, കല്ലേറിന്റെ തിരക്ക് കിട്ടിയത്. ഇതൊക്കെ നമ്മൾ സഹിച്ചത് സ്വർഗ്ഗത്തിന് വേണ്ടിയാണ്. ഹാജി എന്ന് വിളിക്കപ്പെടാനല്ല. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന നല്ല ഹജ്ജിന്, സ്വീകാര്യയോഗ്യമായ ഹജ്ജിന്, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജിന് സ്വർഗമല്ലാത്ത പ്രതിഫലമില്ലെന്ന് നമ്മുടെ മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. മുത്തുനബി പറഞ്ഞ ആ സ്വർഗം കിട്ടാൻ മുത്തുനബിക്ക് സമീപത്ത് തന്നുകൊണ്ട് തന്നെ നമ്മൾ മുത്തുനബിക്ക് സമീപത്ത് ചെന്നുകൊണ്ട് തന്നെ നമ്മൾ ദുആ ചെയ്തിട്ടുണ്ട്. റൗദയുടെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ വാപ്പാക്ക് ഉമ്മാക്ക് ബന്ധപ്പെട്ടവർക്ക് ലോക മുസ്ലിമീങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ നമ്മൾ മറന്നിട്ടില്ല. എല്ലാവരുടെയും ഒരു സ്നേഹം നമുക്കുണ്ടാകും. അതുകൊണ്ട് പടച്ചറബ് മുഅ്മിനീങ്ങളുടെ കൂടെ, മുത്തഖീങ്ങളുടെ കൂടെ നമ്മൾ ചോദിച്ച സ്വർഗത്തിൽ നമ്മൾ ഒന്നിപ്പിച്ചുകൊണ്ട് പ്രയാസമില്ലാത്ത ഒരു പരലോക ജീവിതം പടച്ചറബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു അതിന് നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല ഇനി അവിടെ ചെന്ന് ഈ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അർഹമുറാഹിമായ തമ്പുരാൻ അതിന് തൗഫീഖ് കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കയ്യിൽ വല്ല വീഴ്ചയും വന്നിട്ടുണ്ടെങ്കിൽ റബ്ബ് അത് പുറത്തു തരുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യാത്രക്ക് ഏറ്റവും നല്ല ദിവസം ഏത്? ഏറ്റവും നല്ല ദിവസം വ്യാഴം, അത് കഴിഞ്ഞാൽ തിങ്കൾ. ആ 2 ദിവസവും സാധിച്ചില്ലെങ്കിൽ പിന്നെ ശനി, പിന്നെ എല്ലാ ദിവസവും ഒരുപോലെയാണ്. യാത്രയുടെ നമസ്കാരം എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? സാധന സാമഗ്രികളെല്ലാം ഒരുക്കി വെച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് തയ്യാറായി യാത്ര ഇറങ്ങുന്നതിന്റെ അല്പം മുമ്പാണ് ഈ യാത്രയുടെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിക്കേണ്ടത്. അത് വീട്ടിൽ വെച്ച് തന്നെയാണ്, അഥവാ ഇറങ്ങുന്ന സ്ഥലത്ത് വെച്ച് തന്നെയാണ് നിർവഹിക്കേണ്ടത്. ഇഹ്റാം ചെയ്യൽ എങ്ങനെയാണ്? മനുഷ്യ ശരീരത്തിൽ നിന്ന് നീക്കൽ സുന്നത്തുള്ള മുടി നീക്കി, അതുപോലെ തന്നെ നഖം നീക്കി വൃത്തിയായി ഒന്ന് കുളിക്കുക. ആർത്തവമുള്ള സ്ത്രീകളാണെങ്കിൽ നഖവും മുടിയും നീക്കരുത്, കുളിക്കുക. വസ്ത്രം ധരിച്ച്, അഥവാ ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി കിബിലക്ക് തിരിഞ്ഞ് 2 റക്അത്ത് നമസ്കരിക്കുക. ശേഷം ഹജ്ജിനാണെങ്കിൽ നവൈത്തുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല, ഉംറക്കാണെങ്കിൽ നവൈത്തുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല. ഇത് പറയുന്നതോടുകൂടി അവൻ ഇഹ്റാമിലായി. ഇഹ്റാം ചെയ്ത ഉടനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇഹ്റാം ചെയ്ത ഉടനെ സുന്നത്തായത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്.
ഒന്ന് തൽബിയത്ത്, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന തൽബിയത്ത്. 3 തൽബിയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മേലുള്ള സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ഇന്നക ഹമീദും മജീദ് വരെ. പിന്നെ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന വ നഊദു ബിക മിൻ സഖതിക വന്നാർ. ഇത് 3മാണ് സുന്നത്ത്. ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുകൾ എന്തുകൊണ്ടാണ് തമത്തുവിന്റെ രീതി സ്വീകരിക്കുന്നത്? തമത്തുവിന്റെ രീതി സ്വീകരിക്കാതിരുന്നാൽ, ഇഫ്രാദോ കിറാനോ ആയ രീതി സ്വീകരിച്ചാൽ, ഇഹ്റാം ചെയ്ത് ഇവിടുന്ന് കയറിയ അന്ന് മുതൽ ദുൽഹജ്ജ് 10 വരെ ഇഹ്റാമിൽ നിൽക്കണം, 10 നിഷിദ്ധ കാര്യങ്ങൾ പാലിക്കണം. തമത്തുവിന്റെ രീതി സ്വീകരിച്ചാൽ ഇവിടുന്ന് കയറുന്ന അന്ന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് ചെന്നിറങ്ങിയ അന്നു തന്നെ തവാഫും സഅയും മുടിമുറിക്കലും തീർത്ത് അവൻ തഹല്ലുലായി, പിന്നെ സൗകര്യമുള്ള സമയത്ത് അവൻ ദുൽഹജ്ജ് 7-നോ 8-നോ 9-നോ ഒക്കെ ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ മതി. ഹജ്ജിലും ഉംറയിലും ഏതൊക്കെ ദിക്റുകളാണ് ചൊല്ലൽ നിർബന്ധമുള്ളത്? ഹജ്ജിന്റെയും ഉംറയുടെയും അമലുകൾ ചെയ്യാനുള്ളതാണ്, ചൊല്ലാനുള്ളതല്ല. ഒന്നും ചൊല്ലൽ നിർബന്ധമില്ല. ഇഹ്റാമിൽ വുദൂ നിർബന്ധമുണ്ടോ? ഇഹ്റാം ചെയ്യുവാനോ ഇഹ്റാമിൽ നിൽക്കുമ്പോഴോ വുദൂ നിർബന്ധമില്ല. ഇഹ്റാമിന്റെ സുന്നത്ത് നമസ്കരിക്കാൻ വുദൂ ഉണ്ടായിരിക്കണം. ഇഹ്റാമിൽ വുദൂ ഉണ്ടായിരിക്കൽ, ഇനി ഇഹ്റാമിൽ അല്ലെങ്കിലും എപ്പോഴും വുദൂ ഉണ്ടാക്കൽ സുന്നത്താണ്. ചെരുപ്പ് ധരിക്കാൻ പാടുണ്ടോ ഇഹ്റാമിൽ? ചെരുപ്പ് ധരിക്കാവുന്നതാണ്, പക്ഷേ ഷൂ പറ്റില്ല. മുൻഭാഗത്ത് നിന്ന് നോക്കിയാൽ വിരലും പിൻഭാഗത്ത് നിന്ന് നോക്കിയാൽ മടമ്പും കാണത്തക്ക വിധമുള്ള ഏതു പാദരക്ഷയും ധരിക്കാം എന്നാണ് ഫിഖഹിന്റെ കിതാബിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. തണുപ്പുള്ള സമയത്ത് പുതക്കാമോ? പുരുഷന്മാർ പുതക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തല മറയരുത്. സ്ത്രീകൾ മുഖവും മറക്കരുത്. ഈ നിബന്ധന പാലിച്ചുകൊണ്ട് പുതക്കുന്നത് കൊണ്ട് വിരോധമില്ല. തവാഫിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ സ്പർശിച്ചാൽ വുദൂ മുറിയുമല്ലോ. എന്തു ചെയ്യും? തവാഫിലും അല്ലാത്ത സമയത്തും സ്ത്രീയും പുരുഷനും അന്യരാണെങ്കിൽ സ്പർശിച്ചാൽ വുദൂ മുറിയും. അവിടെ 2 മാർഗമാണ്. ഒന്നുകിൽ ഹനഫി മദ്ഹബ് പ്രകാരം വുദൂ ചെയ്യുക, അത് ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഷാഫി മദ്ഹബിലെ 2ാമത്തെ അഭിപ്രായം, സ്പർശന വിധേയനായവൻ, എന്നെ ആരെങ്കിലും സ്പർശിച്ചാൽ എന്റേത് മുറിയില്ല, തൊട്ടവന്റേത് മുറിയും എന്ന മസ്അല പിടിക്കുക. 2-ൽ-1 ഹനഫി മദ്ഹബിൽ വുദൂ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഹനഫി മദ്ഹബിൽ വുദൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിയ്യത്ത്, ഞാൻ ഹനഫി മദ്ഹബിൽ വുദൂ ചെയ്യുന്നു. ഷാഫി മദ്ഹബിലെ വുദൂവിന്റെ എല്ലാ സുന്നത്തുകളും പൂർണ്ണമായി പാലിച്ചാൽ മതി. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഹനഫി മദ്ഹബിൽ വുദൂ ചെയ്യുന്നവൻ തല 4-ൽ-1 ഭാഗമെങ്കിലും തടവണം. തലയുടെ 4-ൽ-1 ഭാഗമെങ്കിലും തടയണം. ബാക്കിയുള്ള എല്ലാ സുന്നത്തുകളും കൃത്യമായി പാലിച്ചാൽ, ഷാഫി മദ്ഹബിലെ സുന്നത്തുകൾ മുഴുവൻ പാലിച്ചാൽ ഹനഫി മദ്ഹബിലെ വുദൂ ആകും. നിയ്യത്ത് ഹനഫി മദ്ഹബിൽ ചെയ്യുകയും വേണം. എന്നാൽ ഹനഫി മദ്ഹബിൽ വുദൂ ചെയ്തവൻ ഹനഫി മദ്ഹബിൽ വുദൂ മുറിയുന്ന കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ഷാഫി മദ്ഹബിൽ വുദൂ മുറിയുന്ന കാര്യങ്ങൾക്ക് പുറമെ വായ് നിറയെ ഛർദ്ദിക്കുകയും രക്തമോ ചലമോ ഒലിക്കുകയും ചെയ്താൽ വുദൂ മുറിയും. ഷാഫി മദ്ഹബിൽ ഇതുകൊണ്ട് വുദൂ മുറിയില്ല. ഹനഫിയിൽ എടുത്ത വുദൂ ആണെങ്കിൽ രക്തമോ ചലമോ ഒലിച്ചാൽ, നന്നായി ഛർദ്ദിച്ചാൽ വുദൂ മുറിയും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തവാഫിന്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുമ്പോൾ ഇൽത്തിബാഅ് ചെയ്യണോ എന്നാണ് ചോദ്യം. തവാഫിൽ ഇൽത്തിബാഅ് സുന്നത്താണ്, ശേഷം സഅയുള്ള തവാഫാണെങ്കിൽ. അല്ലാത്ത തവാഫിൽ ഇൽത്തിബാഅ് ആവശ്യമില്ല. അങ്ങനെ ഇൽത്തിബാഅ് ചെയ്തുകൊണ്ട് തവാഫ് ചെയ്ത ഒരാൾ സുന്നത്ത് നമസ്കരിക്കുമ്പോൾ ഇൽത്തിബാഅ് മാറ്റി പെരടി മറച്ചുകൊണ്ട് മുണ്ടിടുകയും ശേഷം സഅയ് ചെയ്യാൻ പോകുമ്പോൾ ഇൽത്തിബാഅ് ചെയ്തുകൊണ്ട് സഅയ് ചെയ്യുകയും വേണം എന്നാണ് ഈളാഹിൽ ഇമാം നവവി തങ്ങൾ വിശദമാക്കിയിട്ടുള്ളത്. തവാഫ് ആവർത്തിക്കൽ സുന്നത്താണ്, എന്നാൽ സഅയ് ആവർത്തിക്കൽ സുന്നത്തുണ്ടോ എന്നല്ലേ ചോദ്യം. സഅയ് ആവർത്തിക്കൽ സുന്നത്തില്ല എന്ന് മാത്രമല്ല, സഅയ് ആവർത്തിക്കൽ കറാഹത്താണ്. അറഫയിൽ നിൽക്കുന്നതിന്റെ സമയം എപ്പോഴാണ്? ദുൽഹജ്ജ് 9 ഉച്ച തിരിഞ്ഞത് മുതൽ 10 സുബഹി വരെ. ഇതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു സമയത്ത് അറഫയിൽ ഉണ്ടായാൽ അൽ ഹജ്ജു അറഫ എന്ന അറഫ കിട്ടി. അറഫയിലെ നോമ്പ് എല്ലാവർക്കും സുന്നത്താണല്ലോ, എന്നാൽ ഹാജിമാർ എന്തുകൊണ്ട് നോൽക്കുന്നില്ല? ഹാജിമാർക്ക് ഇബാദത്ത് ചെയ്യാൻ ശക്തി കിട്ടുന്നതിന് വേണ്ടി അന്നേ ദിവസം നോമ്പ് ഒഴിവാക്കലാണ് സുന്നത്ത് എന്ന് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൽബിയത്തിന്റെ സമയം എപ്പോൾ ആരംഭിക്കുന്നു, എപ്പോൾ അവസാനിക്കുന്നു? ഇഹ്റാം ചെയ്ത ഉടനെ തൽബിയത്തിന്റെ സമയം ആരംഭിച്ചു. ശേഷം ഉംറക്കാരനാണെങ്കിൽ തവാഫ് തുടങ്ങുന്നത് വരെയും, ഹാജി ആണെങ്കിൽ ആദ്യത്തെ കല്ലെറിയുന്നത് വരെയും അതിന്റെ സമയം നീണ്ടു നിൽക്കും. കല്ലെറിഞ്ഞ ശേഷം ബാക്കി കയ്യിൽ കിട്ടുന്ന കല്ല് ബറക്കത്തിന് വേണ്ടി നാട്ടിലേക്ക് കൊണ്ടുവരാമോ? പാടില്ല. സംസം കൊണ്ടുവരാം, പക്ഷെ കല്ല് കൊണ്ടുവരാൻ പാടില്ല. ബാക്കിയുള്ള കല്ല് ഹറമിൽ തന്നെ നിക്ഷേപിക്കണം. ഹറമിൽ നിന്ന് അത്തരം സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകൽ ഹറാമാണ്. ഇഹ്റാം ചെയ്ത ഒരാൾക്ക് അയാളുടെ വസ്ത്രം
മാറ്റി ഉടുക്കാമോ? ഒരാൾ സാധാരണ ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചു, കിടന്നുറങ്ങുന്ന സമയത്ത് അയാൾക്ക് ഒരു കൈലിമുണ്ട് ധരിക്കണമെങ്കിൽ ധരിക്കാം, ചുറ്റി തുന്നിയതാകരുത് എന്ന നിബന്ധന മാത്രമേ ഉള്ളൂ. നല്ലത് ആ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ തന്നെ മുന്നോട്ട് പോകലാണ്. ചെളി, അതുപോലെ തന്നെ അതിന്റെ ശോഭ നഷ്ടപ്പെടൽ, ഇതൊന്നും പ്രശ്നമല്ല. കാരണം അള്ളാഹുവിന്റെ മുമ്പിൽ അഴ്ഷാസ് അഴ്ബർ എന്ന് പറഞ്ഞതുപോലെ ജടക്കുത്തി പൊടി പുരണ്ടുകൊണ്ട് അവൻ പരിശീലനായി ചെയ്യുന്നൊരു ഇബാദത്താണിത്. അവിടെ നമ്മൾ അന്തസ്സ് കാണിക്കാനല്ല പോകുന്നത്. അതുകൊണ്ട് ചുളിഞ്ഞു അതല്ലെങ്കിൽ ചെളിയായി നജസായാൽ അത് ഉടനെ മാറ്റിക്കൊള്ളണം. അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വസ്ത്രം മാറ്റേണ്ടതില്ല. ജംറകളെ എറിയുന്നതിനുള്ള കല്ല് എവിടെ നിന്ന് പെറുക്കണം? ജംറകൾ എറിയുന്നതിനുള്ള കല്ല് ആദ്യത്തെ ദിവസം അഥവാ പെരുന്നാൾ ദിനത്തിൽ ജംറത്തുൽ അഖബയെ എറിയുവാനുള്ള 7 കല്ല് മുസ്ദലിഫയിൽ നിന്ന് പെറുക്കുന്നതാണ് സുന്നത്ത്. ബാക്കിയുള്ള കല്ലുകൾ എവിടെ നിന്ന് പെറുക്കിയാലും മതി. മിനയിലെ ടെന്റിൽ നിങ്ങൾ കിടക്കുന്ന ഭാഗത്തുള്ള ആ കാർപ്പറ്റ് നീക്കി കൈകൊണ്ടൊന്ന് വലിച്ചാൽ ധാരാളം കല്ല് കിട്ടും. അതാണ് മിനയുടെ പ്രത്യേകത. നഫർ അവൽ എന്നാൽ എന്താണ്? ദുൽഹജ്ജ് 12-ന്റെ ഏറ് ളുഹറിന് ശേഷം പൂർത്തിയാക്കി 21 കല്ല് 3 ജംറകളിൽ എറിഞ്ഞ് മഗ്‌രിബിന് മുമ്പ് ഹാജി മിന വിടുന്നുവെങ്കിൽ അവന് അന്ന് രാത്രി രാപ്പാർക്കലും പിറ്റേ ദിവസത്തെ ഏറും ഒഴിവായി. ഇതാണ് നഫർ അവൽ. സംസം നിന്നോ ഇരുന്നോ കുടിക്കേണ്ടത്? സംസം കുടിക്കേണ്ടത് ഇരുന്ന് തന്നെയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ നിന്ന് കുടിച്ചതായി ഹദീസിലുണ്ട്. അത് അനുവദനീയത വ്യക്തമാക്കുന്നതിന് തിരക്കുള്ള പ്രത്യേക സമയത്ത് പ്രവാചകൻ ചെയ്തതാണ് എന്ന് ഹദീസുകളിൽ കാണുന്നു. ഇരുന്നാണ് നാം സംസം കുടിക്കേണ്ടത്. നാട്ടിൽ നിന്ന് ദമ്പതികൾ ഹജ്ജിന് പുറപ്പെട്ടു. ഭാര്യയും ഭർത്താവും. വഴിക്ക് വെച്ച് ഭർത്താവ് മരിച്ചു, എന്തു ചെയ്യും? അല്ലെങ്കിൽ വഴിക്ക് വെച്ച് ഭർത്താവ് ഭാര്യയെ ത്വലാഖ് ചൊല്ലി, എന്തു ചെയ്യും? ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടു അല്ലെങ്കിൽ ത്വലാഖ് ചൊല്ലി. അത്തരമൊരു സാഹചര്യത്തിൽ ഈ സ്ത്രീ ഹജ്ജിന് പണമടച്ചിട്ടുണ്ടെങ്കിലും അനുമതി കിട്ടിയിട്ടുണ്ടെങ്കിലും ഇദ്ദ പൂർത്തിയാക്കാതെ യാത്ര ആരംഭിക്കാൻ പാടില്ല. അവൾ ഇദ്ദ പൂർത്തിയാക്കി അടുത്ത വർഷം ഹജ്ജിന് പോകണം. ഈ തവണ ഇദ്ദ പൂർത്തിയാക്കിയതിന് ശേഷം ഹജ്ജിന് പോകാൻ കഴിയുമെങ്കിൽ അവൾ ഇദ്ദ പൂർത്തിയാക്കിയതിന് ശേഷം പോകണം. ഹജ്ജിൽ സ്ത്രീകളും പുരുഷന്മാരും വ്യത്യസ്തമാകുന്ന ചില മേഖലകളുണ്ട്. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വൈജാത്യം. സ്ത്രീകൾ വ്യത്യസ്തമാകുന്ന കാര്യങ്ങൾ മാത്രം എടുത്തു പറയാം. തല മറക്കണം, അപ്പോൾ പുരുഷൻ മറക്കരുത് എന്നർത്ഥം. കാലുറ ധരിക്കണം, മുഖം മറക്കരുത്. തവാബ് ചെയ്യുമ്പോൾ കഅബാലയത്തിന്റെ അകലെ ചെയ്യുക. സഫ മർവ കുന്നുകളിലേക്ക് മുകളിലേക്ക് കയറി പോകേണ്ടതില്ല. സഴിയിൽ പച്ചത്തുണുകൾക്കിടയിൽ ഓടേണ്ടതില്ല. മുടി കളയരുത്. ഇസ്തിഹാദത്തുള്ള സ്ത്രീയാണെങ്കിൽ അഥവാ രോഗരക്തമുള്ള സ്ത്രീയാണെങ്കിൽ വെച്ചുകെട്ടി തവാഫ് ചെയ്യണം. മക്ക വിടുമ്പോൾ ആർത്തവകാരിയാണെങ്കിൽ വദാഇന്റെ തവാഫ് വേണ്ട. ചുറ്റിത്തുന്നിയത് സ്ത്രീ കൊടുക്കാം. മൈലാഞ്ചി അവൾക്ക് ഉപയോഗിക്കാം. തെൽബിയത്ത് പതുക്കെ ചൊല്ലുക. ഇളത്തിബാഴ് റമൽ നടത്തം എന്നിവ സ്ത്രീകൾക്ക് ബാധകമല്ല. ഇത്രയും കാര്യങ്ങളിൽ സ്ത്രീ പുരുഷനിൽ നിന്ന് വ്യത്യസ്തമാണ്. ഹജ്ജ് മാസത്തിൽ ഒരാൾ ഉംറ നിർവഹിച്ചാൽ അയാൾക്ക് ആ വർഷം തന്നെ ഹജ്ജ് ചെയ്യൽ നിർബന്ധമുണ്ടോ? ഇല്ല. ഹജ്ജ് മാസത്തിൽ ഉംറ നിർവഹിച്ചു എന്നതുകൊണ്ട് അയാൾ ആ വർഷം ഹജ്ജ് ചെയ്തോളണം എന്നില്ല. ഹജ്ജ് അയാൾക്ക് നിർബന്ധമായാൽ അത് അയാൾക്ക് സൗകര്യപ്പെടുന്ന സമയത്തേക്ക് നീട്ടിവെക്കുന്നതിനും വിരോധമില്ല. പക്ഷേ വേഗത്തിൽ ചെയ്യലാണ് സുന്നത്ത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്